വിഭാഗത്തിലെ പ്രധാനാധ്യാപകൻ ഉസ്മാൻ ദാരിമി, ബഹുമാനപ്പെട്ട ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ കുട്ടകട്ടിൽ അബ്ദുൽ ഹാജി, ബഹുമാനനായ ടി കെ അഹമ്മദ്, മറ്റു ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ, കർമ്മോത്സുകരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, വാർഷിക 3ാം സന്നദ്ധാന മഹാസമ്മേളനം നാളെയോടുകൂടെ ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിലായി പ്രഗത്ഭരായ പണ്ഡിതന്മാർ വളരെ മഹത്തായ വിവിധ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കുകയുണ്ടായി. സുദീർഘമായി ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹീത കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ഈ സ്ഥാപനം ഈ കഴിഞ്ഞ 20-ാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായി പുരോഗതിയുടെ പടവുകൾ കയറി മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാ അർത്ഥത്തിലും ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുകയും താൽപര്യപ്പെടുകയും വളരെ വലിയ വിലപ്പെട്ട സംഭാവനകളും സഹായങ്ങളും പ്രാർത്ഥനകളുമൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് തൂവക്കുന്ന് യമാനിയ. വരുന്ന ആളുകളിലും ധാരാളം അതിൻ്റെ അക്കാദമിക് രംഗത്തുമൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തി പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ നാട്ടിലെയും പരിസര പ്രദേശത്തെയും ഒക്കെ ആളുകൾ ചെറുതും വലുതുമായ ധാരാളം സംഭാവനകൾ നമുക്ക് അർപ്പിക്കാറുണ്ട്. സാധാരണ നമ്മൾ റിസീവർ പിരിവിന് പോകുമ്പോൾ ഇതിൻ്റെ പരിസരത്തുള്ള ഒരുപാട് മഹല്ലുകൾ, ഒരു വിളക്കോട്ടൂര്, ചെൽപ്പറമ്പ്, കേളത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം മഹല്ലുകളിൽ അവരൊക്കെ തന്നെ പലപ്പോഴും വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനും പറയാറുണ്ട്. അവരുടെയൊക്കെ ആ വിലപ്പെട്ട സംഭാവന വർഷങ്ങളായി മടങ്ങാതെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്വദേശത്തും വിദേശത്തുമുള്ള ഒട്ടനവധി സഹോദരി സഹോദരന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും സഹായവുമൊക്കെയാണ് ഈ സ്ഥാപനത്തെ ഈ ഒരു രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ സംസാരിക്കുന്നത് ബഹുമാനനായ ഷമീർ മൗലവി കൊല്ലം അവർകളാണ്. ഉസ്താദ് അവർകളെ ഈ വേദിയിലേക്ക് വളരെ ആദരവോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മഹത്തായ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കുട്ടകട്ടിൽ അബ്ദുൽ ഹാജി എന്ന് പറയുന്ന മഹാനവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വേദിയിൽ ഉപേക്ഷരായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ദാരിമി, ടി കെ അഹമ്മദ് സാഹബ് തുടങ്ങി എല്ലാവരെയും, എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും സഹോദരി സഹോദരന്മാരെയും മറ്റെല്ലാ പ്രവർത്തകരെയും ഒറ്റവാക്കിൽ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹാജിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ അപാരമായ ഒരു കഴിവ് എന്ന് തന്നെ പറയട്ടെ. ഈ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് 2 വാക്ക് പറയുവാനുള്ള ഒരു സന്ദർഭം ഇവിടെ കിട്ടിയതിൽ വളരെ ദൃഷ്ടനാണ് ഞാൻ. അള്ളാഹു ആ സന്തോഷത്തെ കബൂലാക്കിക്കൊണ്ട് അതിനൊരു പ്രതിഫലം അള്ളാഹു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകകൂടി ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ച് വളരെയധികം സംസാരത്തിൻ്റെ കഴമ്പുകൾ എൻ്റെ പക്കൽ ഉണ്ടെങ്കിലും അത്രയൊന്നും നീട്ടിക്കൊണ്ടുപോയി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സമയം വളരെ കുറവായിരിക്കും. ആലിമീങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള സമയം വേണ്ടിവരും. അവർക്ക് പല ബുദ്ധിമുട്ടുകളുമുള്ളവരായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും
നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പിന്മുറകൾ, അതിന് വരാൻ പോകുന്ന മുറകൾ നന്നാവണം എന്നുള്ള ഒരൊറ്റ പ്രസ്ഥാനത്തിലാണ് ഇത് തുടങ്ങാനുള്ള കാരണം. ഈ സന്മനസ് വെച്ച ഒരാളുടെ ഉദ്ദേശവും അത് തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി അറിയാം, വളരെ സത്യമായി അറിയാം. എന്നിരുന്നാലും എന്തെല്ലോ ചില കാരണങ്ങളാൽ നമ്മുടെ കുട്ടികളുടെ ജീവിത രീതി വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അത് പറയാതിരിക്കൊരു ഭാഗമില്ല. എന്നോട് ആര് വെറുത്താലും ആര് സന്തോഷിച്ചാലും ഞാൻ ഇതിൽ യാതൊരുവിധ കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ ആൺകുട്ടികളെ 8 ശേഷവും നിരത്തിലും അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണുമ്പോൾ വളരെയധികം വേദനാജനകമായ ഒരു സന്ദർഭം ഉളവാക്കുന്നു. ഇതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല. പക്ഷേ ഓരോരു കക്ഷിയും ഒരു കക്ഷിയുടെ കുട്ടിയെ നിർത്താൻ ആ കക്ഷിക്ക് സാധിക്കും, ആ പിതാവിന് സാധിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നുള്ളത്. 8 മണിക്ക് ശേഷം നമ്മുടെ കുട്ടികളല്ലാതെ പഠിക്കാൻ പോകുന്ന മറ്റൊരാളുകളെയും നേരത്തിൽ കാണാനില്ല. ഇത് കണ്ട് സൈവരാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഏത് പിറക്കായാലും എന്റെ പിറക്കുണ്ടെങ്കിൽ എന്നോട് ഉപദേശിക്കണം, ഞാൻ നിങ്ങളോട് കൂടി ഉപദേശിക്കുന്നു. എന്നോട് ഉപദേശം വേണ്ട എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. ഏതായിരുന്നാലും വൈകുന്നേരവും രാവിലെയും എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് അള്ളാഹു പ്രത്യേകം പറഞ്ഞതാണ്. അതായത് നിങ്ങൾ അക്കാര്യം വിവരിക്കും, ഞാനത് വിവരിക്കുന്നില്ല. വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ എന്നെ ഓർക്കണം എന്ന് അള്ളാഹു പറയാൻ എന്തോ ഒരു കാരണമുണ്ട്. മറ്റൊന്ന്, ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് മനുഷ്യൻ വൃത്തികേടിലേക്ക് ചാടുന്നത് എന്നത് മറ്റൊരു സന്ദർഭോചിതമായ ചില കാര്യങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിട്ടും നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ അലഞ്ഞു നടക്കുന്നു എന്നുള്ളത് സഹിക്കവയ്യ. അതുകൊണ്ട് മാത്രം പറഞ്ഞതാവുന്നത്. രണ്ടാമത്തേത് പറയാനുള്ളത്, എല്ലാവിധ ആളുകൾക്കും എല്ലാം മനസ്സിലിടണം എന്നില്ല. കാരണം നബിമാർക്ക് തന്നെ സംശയം വന്നൊരു കാര്യമാണ്, എല്ലാ റബ്ബേ ഇനി എങ്ങനെയാ മരിച്ച ആളെ ജീവിപ്പിക്കുക. നബി മക്കൾക്ക് തന്നെ സംശയം വന്നു. അപ്പോ അതിനു വേണ്ടി അള്ളാഹു ആയത്തിറക്കി 5-6 പക്ഷികളെ പിടിച്ചറുത്ത് അതിനെ മലകളുടെ മുകളിലേക്ക് എറി, ഞാനിങ്ങ് വിളിച്ചാൽ ഏറ്റിയിലൊക്കെ സയ്യ, അതെല്ലാം വന്ന് ഒരുമിക്കും, അത് പ്രാവാകും, കോഴി കോഴിയാകും എന്ന് അള്ളാഹിന്റെ നബിമാർക്ക് വന്ന സംശയം അള്ളാഹു തീർത്തു കൊടുത്തു. ഇന്ന് നമുക്ക് തീർക്കാൻ ജിബ്രീൽ വരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നമുക്ക് ആരോടും ചോദിക്കാനില്ല. ആരാളുള്ളത്? ഈ പണ്ഡിത സാദാത്തുക്കൾ മാത്രമാണ്. ഇവരോട് നാം ചോദിച്ച് മനസ്സിലാക്കണം. ഇത് പറയാനുള്ള കാരണം, നമ്മുടെ മലക്കൽ മൗത്തിനെ അടിച്ചത് കാരണം മലക്കൽ മൗത്തിന്റെ കണ്ണ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ ഒരു സന്ദർഭം, അതെന്നെപ്പോലെയുള്ള എന്റെ ശരീരത്തിന്റെ വലങ്കൈയും ഇടങ്കൈയുമായ ചില ആളുകൾക്ക് അത് മനസ്സിലാകാതെ ഉണ്ട്. അതിന്റെ തെളിവും ദലീലും തരേണ്ടതാരാ? നമുക്കാരെന്ത് ചോദിക്കാൻ? ഈ പണ്ഡിത സാദാത്തുക്കളോടല്ലാതെ ആരോടാണ് നാം ആലോചിക്കേണ്ടത്? അപ്പൊ അതിനൊരു ശരിയായ വിവരണം തരണമെന്ന് വളരെ താണ ഭാഷയിൽ വളരെ വീണുകേണപേക്ഷിക്കുകയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, ആർക്കെങ്കിലും അതുകൊണ്ടൊരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മറ്റൊരു യാതൊരുവിധ കാരണങ്ങളല്ല, തർക്ക വിഷയമല്ല, തർക്കത്തിന്റെ ആവശ്യമില്ല. അത് ഓരോരുത്തർക്കും ഓരോന്ന് അവസാനം കൂടി കൂടവാതുക്കലെത്തുമ്പോൾ തിരിയും, തൊണ്ടോ പോടോ എന്നുള്ള തിരിയും എന്ന് പറഞ്ഞാൽ ആ കാര്യം അവിടുന്ന് മനസ്സിലാവും. പിന്നെ ഞാനീ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു മനുഷ്യൻ തെങ്ങ് കയറ്റക്കാരൻ്റെ അടുത്തെത്തിയാൽ 2 കൊട്ട പടിഞ്ഞിട്ട് കൊടുത്താൽ ഒന്നോ രണ്ടോ തേങ്ങ എനിക്കെടുക്കുക. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു സ്വാഭാവിക സമ്പ്രദായം. അതാരായാലും എത്ര കൊള്ളുന്നവനായാലും 2 കൊട്ട പടിഞ്ഞാൽ ഒന്നോ രണ്ടോ തേങ്ങ എടുത്തു പോകുന്ന ഒരു സ്വഭാവം. അപ്പൊ എന്നെ ഇവിടെ അധ്യക്ഷനാക്കിയതുകൊണ്ട് എനിക്കിത് പറയാനുള്ള ഒരു ചാൻസ് കിട്ടിയ ആ ചാൻസിൽ ഞാൻ പറയുന്നതാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറയാൻ സാധിക്കുക എന്നല്ലാതെ ഇതിന് മറ്റൊരു സ്റ്റേജോ മറ്റൊരു സ്ഥലമോ എനിക്ക് കിട്ടൂല എന്നുള്ള എനിക്ക് പരിപൂർണമായിട്ടറിയാം. നിങ്ങൾ എന്ത് വിചാരിച്ചാലും നമ്മുടെ കുട്ടികളെ നാം നിയന്ത്രിക്കണം. പ്രത്യേകിച്ച് ആൺകുട്ടികളെ. പെൺകുട്ടികളെ കാര്യം ഉണ്ട്.
ഇല്ലായികയല്ല. എന്നിരുന്നാലും അതത്ര പുലഭ്യമായി വരുന്നു. അതുകൊണ്ട് നമ്മൾ ആൺകുട്ടികളെ ഓരോ പിതാക്കന്മാരും സംരക്ഷിക്കണമെന്ന് ഒന്നുകൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ച് മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ചീത്തയാവുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ കൊടുത്ത് അവരെ നന്നാക്കണം. ഇത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ്. നമ്മളോട് അള്ളാഹു ഒരു നിലക്കല്ല, എല്ലാ നിലയിലും അള്ളാഹു നമ്മളോട് പറഞ്ഞത് അത് തന്നെയാണ്. തന്റെ മക്കളെ സംബന്ധിച്ച്, അതായത് ഖൂ അൻഫുസക്കും അഹ്ലീക്കും നാറ, നമ്മളെ മാത്രമല്ല, നമ്മളൊരാൾ മാത്രം സ്വർഗത്തിൽ കടന്നാൽ പോരാ, അഹ്ലീക്കും നാറ, അഹ്ലിനെയും സൂക്ഷിക്കണം. അത് അള്ളാഹ് പറഞ്ഞതാ, മറ്റൊരുത്തം പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, മുസ്ലിം ആവില്ലല്ലോ. അപ്പൊ ആ ഒരു വ്യവസ്ഥകളുടെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഉപസംഹരിക്കുകയാണ്. വല്ല തെറ്റുകളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله الواحد القهار الصمد الجبار. الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله. ونشهد أن لا إله إلا الله. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا
واتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم: القبر أول من منازل الآخرة. صدق رسول الله صلى الله عليه وسلم. مضى الدهر والأيام والذنب حاصل وجاء رسول الموت والقلب غافل نعيمك في الدنيا سرور وحسرة وعيشك في الدنيا محال وباطل. وعلى محمد سيدنا محمد صلى الله عليه وسلم. ഞാൻ കാണും സ്വപ്നമതെല്ലാം മുത്തുനബിയാണേ, എന്നാളും ഓർത്തിടുവാനവർ സുന്ദരമാണേ. ഞാൻ കാണും സ്വപ്നമതെല്ലാം മുത്തുനബിയാണേ, എന്നാളും ഓർത്തിടുവാനവർ സുന്ദരമാണേ. അഹദായ റബ്ബിൻ വിധിയായി വന്നൊരു മലരാണേ, ആരും കോതിച്ചു പോം മുത്തു റസൂലാണേ. എന്നാളും കണ്ടിടാനായി ആശയം കനിയാണേ. ഞാൻ പാടും പാട്ടതിലെല്ലാം മുത്തുനബിയാണേ, എന്നാളും ഓർത്തിടുവാനവർ സുന്ദരമാണേ. മനസ്സിൻ മോറാതുകൾ തീർത്തുള്ളൊരു നബിയാണേ, പനിനീരിൻ മലർ പോലെ വന്നുള്ളൊരു പൂവാണേ. മനസ്സിൻ മോറാതുകൾ തീർത്തുള്ളൊരു നബിയാണേ, പുന്നാര മലർരാവിൽ വന്നുള്ളൊരു തണിയാനെ. കണ്ടാലും കണ്ടിടുവാനായി മനസ്സുള്ളിൽ കുളിരാണേ. കാലം കഴിയും തോറും അഴകിൻ്റൊരു മലരാണേ. കണ്ടാലും കാണാൻ കൽബിൽ അഴകുള്ളൊരു മലരാണേ. കാണാൻ കോതിയൂറുന്ന സുന്ദരത്തണിയാണേ. എന്നാളും ഓർത്തിടുമ്പോ സുന്ദരവജുഹാണേ. അഹദായ മുത്ത് റസൂലിൻ മുസ്തഫ തണിയാണേ. ഞാൻ കാണും സ്വപ്നമതെല്ലാം മുത്തുനബിയാണേ, എന്നാളും ഓർത്തിടുവാനവർ സുന്ദരമാണേ. തൂവക്കും നിന്നോരോ നാടതിൽ മിന്നുന്ന പുലരി നീലാവില് യമാനിയ മുന്നില്. തൂവക്കും നിന്നോരോ നാടതിൽ മിന്നുന്ന പുലരി നീലാവിന്റെ യമാനിയ മുന്നില്. ശംസുല്ലുലമ തന്നെ കാട്ടിയ പാതയ സന്തോഷമലരായെന്നും ഗുരുവര്യർ മുന്നില. ശംസുല്ലുലമ തന്നെ കാട്ടിയ പാതയ
സന്തോഷമലരായെന്നും ഗുരുവര്യർ മുന്നില എന്നെന്നും സ്നേഹനിലാവിൻ പുഞ്ചിരി നിൽക്കും നാടാണേ എന്നാളും ഏമാനിയ ഓർത്തിടുവാനും തണിയാണേ ഞാൻ കാണും സ്വപ്നമതെല്ലാം മുത്തുനബിയാണേ എന്നാളും ഓർത്തിടുവാനവർ സുന്ദരമാണേ ഞാൻ പാടും പാട്ടതിലെല്ലാം മുത്തുനബിയാണേ എന്നാളും ഓർത്തിടുവാനവർ സുന്ദരമാണേ റൗള ശരീഫിലംതി ഉറങ്ങും തണിയാണേ അഹദായ റബ്ബിൻ കൽപ്പന കാട്ടിയ നൂറാണേ പുണ്യ റൗള തന്നിൽ നബിയാണേ അഹദായ തമ്പുരാനും കാട്ടിയ തണിയാണേ കാണാനായി വെമ്പിടും ഒരു മുത്തു റസൂലാണേ. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ജീവന്റെ തുടുപ്പുള്ളപ്പോൾ ജീവകാരുണ്യത്തിന് വേണ്ടിതം ഒഴിഞ്ഞു വെക്കുവാൻ സിട്ടാവായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തിന്റെ കാലച്ചകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന കാലുഷിക ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യവാനെ ഖൈറുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുക്കുന്ന മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സിന്റെ മാണിക്കക്കല്ലായ മരുതകമായ മദീനത്തിന്റെ മണവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിത്തന്ന ജീവിത സൽസരണിയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധുവായ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, തുവക്കുന്ന് യമാനിയ 7ാം വാർഷികവും 3ാം സന്നദ്ധാന സമ്മേളനവുമാണ്. അതിന്റെ 1ാമത്തെ ദിവസം മുതൽ ഇത്രയും ദിവസം ഒരുപോലെ സന്തോഷത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി, അഭിലാഷത്തോടുകൂടി ഇവിടെ വന്നു ചേർന്നവരാണ് നിങ്ങളൊക്കെ. 7 ദിവസങ്ങളായി ഇതേ സമയത്ത് വന്നിരുന്നുകൊണ്ട് ഉറക്കമൊഴിഞ്ഞ് അല്ലാഹുവിനെയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും കേട്ടവരാണ്, പഠിച്ചവരാണ്, ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ്. അല്ലാഹു ഇവിടെ ഇരിക്കുന്നതിന്റെ പ്രതിഫലം കൊണ്ട് നാളെ മഹ്ശറയാകുന്ന കോടതിയിൽ പടച്ചവനായ തമ്പുരാൻ പടപ്പുകളാവുന്ന നമുക്ക് രക്ഷപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുഖമായൊന്നും നീട്ടിപ്പരത്തി പറയാതെ മരണം എന്നുള്ള വിഷയം അത് മാത്രം ഒന്ന് എടുത്തു വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ലാഹു തആല വേണ്ടുന്ന വിധേന കേൾക്കുവാനും ഇരു കൂട്ടരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും പടച്ചു തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു ദിവസം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കരളിന്റെ കഷ്ണമാണെന്ന് പറയുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, മോളെ ഫാത്തിമ, സാധാരണ നീ ഇതേ സമയത്ത് എന്റെ അടുക്കലേക്ക് വരാറില്ല. സന്ധ്യ സമയമായി കഴിയുമ്പോ
നീ നിന്റെ വീട്ടിന്റെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വരികൾ നീ ഇങ്ങനെ ഓതാറുണ്ട്, പാരായണം ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നെന്തിനാണ് എന്റെ മുമ്പിലേക്ക് പതിവില്ലാതെ ഈ ഒരു സമയത്ത് നീ വന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്താണ് മോളെ നിന്റെ ഉദ്ദേശം? ഒന്ന് പഠിപ്പിക്കണം. ലോകത്തിന്റെ നായകനായ അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങൾ, ഭാഷയ്ക്ക് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിച്ചേക്കാം. അല്ലെങ്കിൽ പോകുന്നടിക്കുന്ന ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട. ഇതുപോലെ കാസർഗോഡ് ഭാഗത്ത് വാളിന് പോയി, നിങ്ങളുടെ തൊട്ടടുത്ത ഒരു സ്ഥലമാണ്. കാസർഗോഡ് ഭാഗത്ത് വാളിന് പോയപ്പോ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് പോലെ ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ജീവികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വെള്ളിമൂങ്ങ എന്ന് പറയലും സദസ്സിരിക്കുന്ന ആളുകളൊക്കെ ചിരിയോട് ചിരി. എനിക്കറിയില്ല ഇനി റബ്ബേ ഇനി ഇവിടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ ചീത്തയോ വല്ലതുമാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അവസാനം ഞാൻ മൈക്ക് ഓഫാക്കിയിട്ട് അവിടുത്തെ ഉസ്താദിനടുക്കൽ ചോദിച്ചു, ഉസ്താദെ ഇവിടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ ചീത്ത വല്ലോ ആണോ? കാരണം ആളുകളൊക്കെ ചിരിയാണല്ലോ, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഉദയം പറഞ്ഞു, ഉസ്താദെ ഇനി മേലാൽ വെള്ളിമൂങ്ങ എന്നൊരു വാക്കേ മിണ്ടരുത്. ഞാൻ ചോദിച്ചു എന്താ കാരണം? ഇവിടെ വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പ്രസിഡന്റിന് ആൾക്കാർ വിളിക്കണ പേരാ വെള്ളിമൂങ്ങ, അതുകൊണ്ട് മിണ്ടാൻ പാടും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് മാപ്പാക്കണം. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകട്ടെ. ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, മോളെ പറയണം, സാധാരണയ്ക്ക് വിരുദ്ധമായി എന്തിനാണ് ഈ സമയത്ത് എന്റെ അടുക്കലേക്ക് നീ എത്തിയിട്ടുള്ളത്? എന്താ നിന്റെ ഉദ്ദേശം? ലോകത്തിന്റെ നായകന്റെ വാക്കിന്റെ മുമ്പിൽ മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുകയാണ്, ഉപ്പ, എല്ലാ ദിവസവും ഞാൻ എന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് വരാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ വന്നത് ചില കാര്യങ്ങൾ എന്റെ ഉപ്പായുടെ അരികിൽ നിന്നും ഒന്ന് പഠിച്ചു മനസ്സിലാക്കാനാണ്. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഫാത്തിമ, എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും ഇന്നേ വരെ കൊന്നുപോലും ഞാൻ വിട്ടുപോയിട്ടില്ല. നിനക്ക് മുഴുവനും ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ ഫാത്തിമ? പിന്നെന്തിനാണ് മോളെ ഒരു പരിഭവം? പിന്നെന്തിനാ ഒരു വിഷമം? പിന്നെന്തിനാണ് ഒരു ബുദ്ധിമുട്ട്? ഉടൻ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, എനിക്ക് ബുദ്ധിമുട്ടില്ല നബിയേ, എനിക്ക് പ്രയാസമില്ല നബിയേ. അവിടത്തെയുടെ മുമ്പിലേക്കൊന്ന് വരുമ്പോ എന്റെ മനസ്സിന് സന്തോഷമാണ് നബിയേ, ആനന്ദമാണ് നബിയേ, ആഹ്ലാദമാണ് നബിയേ. പക്ഷേ ഇന്ന് ഞാൻ അല്ലാഹുവിന്റെ ഹബീബാകുന്ന എന്റെ ലോകത്തിന്റെ മുത്താകുന്ന എന്റെ പിതാവിന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു വന്നത് ചില കാര്യങ്ങൾ അറിയാനാ. അതൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ചില കാര്യങ്ങളൊന്ന് അറിയണം, അതൊന്ന് പഠിപ്പിക്കണം. ചോദിച്ചു, എന്താ അറിയേണ്ടത്? നബിയെ, അള്ളാന്റെ ഹബീബെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ചോദിക്കാൻ, ഈ ലോകത്തുനിന്ന് ഞാൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകും, എന്റെ ഉപ്പയും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകും, ആരും തന്നെ ഈ ലോകത്ത് വിട പറഞ്ഞു പോകാതിരിക്കില്ല. മരണമാകുന്ന പ്രതിഭാസം എല്ലാ ആളുകളുടെ വീട്ടിന്റെ പടിക്കലും എത്തിച്ചേരും. എന്നാൽ അള്ളാഹുവിന്റെ നബിയെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അസ്റായിൽ നമ്മുടെ വീട്ടിന്റെ പടിവാതിൽക്കലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടുന്നത്, പഠിക്കേണ്ടുന്നത്, മനസ്സിലാക്കേണ്ടുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ
തമൂതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട മഹദിയായ പൊന്നുമോളോട് പറയുന്ന ഫാത്തിമ, ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ, ഉപ്പാരെ വിട്ടുപിരിയുമ്പോ, ഉമ്മാനെ വിട്ടുപിരിയുമ്പോ, കൂട്ടുകാരെ വിട്ടുപിരിയുമ്പോ, നിന്റെ മക്കളെ വിട്ടുപിരിയുമ്പോ, പൊന്നുമോളെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മോമിനായിട്ടല്ലാതെ ഇവിടുന്ന് വിട പറഞ്ഞു പോകല്ലേ ഫാത്തിമ. അപ്പോഴാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാ, നബിയേ എങ്ങനാ മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയുക? എങ്ങനാ പിതാവേ മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയുക? ഒന്ന് പറയണേ നബിയേ, പറയണേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഒന്നാമതായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാ, പൊന്നുമോളെ ഫാത്തിമ, നിന്റെ കഴിഞ്ഞുപോയിട്ടുള്ള ആയുസ്സുകളെ കുറിച്ച് നീ എന്ന് ഓർക്കണം ഫാത്തിമ. എത്ര ദിവസങ്ങളാ 2013 കഴിഞ്ഞുപോയി. 2014 ഞാനും നിങ്ങളും കാലെടുത്ത് വെച്ചുവല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ ഒരുമിച്ചുവോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫാത്തിമ, ഇവിടന്ന് വിട പറയുമ്പോ നിന്റെ നഷ്ടപ്പെട്ടുപോയ സമയങ്ങളെ വീണ്ടെടുത്തിട്ടല്ലാതെ വിട പറയല്ലേ ഫാത്തിമ. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സമയങ്ങളുണ്ട്. എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എല്ലാ സമയത്തും അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, പടച്ചവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അള്ളാഹിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്തിങ്ങനല്ലേ ഉറക്ക മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിക്കൊടുത്തത്, പഠിപ്പിച്ചത്, ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് സമയമൊന്നുമില്ലാതെയാക്കാതെ ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, പറഞ്ഞത് ഈയുള്ള എനിക്ക് വേണ്ടിയാ, ഈ ഇരിക്കുന്നവർക്ക് വേണ്ടിയാ. അല്ലാതെ ഫാത്തിമ ബീവി സമയം ഒന്നു കളഞ്ഞിട്ടില്ല. അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക, മോളെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. ചിന്തിക്ക്, നമുക്കൊരുപാട് സമയങ്ങൾ ഇല്ലാണ്ട് പോയി. എത്ര കൊല്ലം, എത്ര മണിക്കൂറുകൾ, എത്ര സെക്കൻഡുകൾ ജീവിതത്തിന്റെ നികുലமான സമയങ്ങളും ആർഭാടത്തിന്റെ ആഭാസരത്തിന്റെ ലോസറിയുടെ ആഴക്കടലിലെ കാണ്ടുപോയിട്ട് പടച്ചവന്റെ പടപ്പുകളാകുന്ന ഞാനും നിങ്ങളും പാരിൽ പരിവർത്തനത്തിന്റെ പടപത്തിന് അള്ളാനെ മതിമറന്നുകൊണ്ട്, ലോകത്തിന്റെ നേതാവിനെ, അള്ളാന്റെ ഹബീബിനെ മതിമറന്നുകൊണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ജീവിച്ചു കൂട്ടി. എന്നിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല, അല്ലാഹുവേ ഇത്രയും കൊല്ലം ഞാൻ ഇല്ലാണ്ടാക്കി അല്ലെ. പുണ്യ റബീഉൽ അവ്വൽ വന്നു. പുണ്യ റബീഉൽ അവ്വൽ വന്നിട്ട് എല്ലാ വീടുകളും അൽഹംദുലില്ലാഹ്. ഇവിടെ ഞാൻ വന്നപ്പോഴേ നമ്മുടെ ഉസ്താദ് പറഞ്ഞു, ഇവിടെ എന്ന് വെച്ചാൽ മൗലിദിന്റെ ഒരു കളിയാ. അള്ളാന്റെ ഹബീബിനോടുള്ള അതിരറ്റ സ്നേഹാൻ, സ്നേഹത്തിന്റെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ, അനുരാഗത്തിന്റെ അലമാലകൾ ചാർത്തുന്ന നാടാൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ നാട്ടിന് അള്ളാഹു പ്രത്യേകമാക്കപ്പെട്ട റഹ്മത്ത് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ. ഇന്നിപ്പം പല സ്ഥലങ്ങളിലും അള്ളാന്റെ ഹബീബ് ആയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതില്ല, ചെയ്യാൻ പറഞ്ഞതില്ല, പ്രവർത്തിക്കാൻ പറഞ്ഞത് ഒന്നും തന്നെ ഇല്ല അല്ലേ. പണ്ടൊരാൾ വന്നിട്ട് ഒരു ഉസ്താദ് വാള് പറഞ്ഞപ്പോഴത്തെ ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് ഈ ഫർസാന എന്ന് പറയുന്നത് അള്ളാന്റെ ഹബീബിന്റെ ഭാര്യയുടെ പേരാണോ എന്ന് ചോദിച്ചു. ഫർസാന എന്ന് പറയുന്നത് അള്ളാന്റെ ഹബീബിന്റെ ഭാര്യയുടെ പേരാണോ എന്ന്. അപ്പൊ ചോദിച്ചു, എന്താ കാര്യം? അത് ഉസ്താദ്, ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോ ഞാൻ എന്റെ ഭാര്യയും കൂടി ഇങ്ങനെ മൗലിദ് ഇങ്ങനെ ചൊല്ലിയപ്പോ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. ഇത് ചൊല്ലിയപ്പോ നമ്മുടെ മക്കള്, പേരക്കുട്ടികള് പിന്നെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ ഫുട്ബോൾ ചൊണ്ടിക്കുക. അവരുടനെ പാടി ഫർസാന എന്നെ മറന്നോ. ഇത് കേട്ടപ്പോ എനിക്കൊരു സംശയം, ഉസ്താദ് അപ്പൊ ഞാൻ ചൊല്ലി യാ നബി സലാം അലൈക്കും. നമ്മുടെ എന്ത് പറയണമെന്നറിയില്ല. അള്ളാന്റെ ഹബീബിന്റെ ഭാര്യമാരുടെ പേര്
അറിയില്ല. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദര, ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുന്ന, മോളെ, നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ തിരിച്ചെടുക്കാ നിനക്ക് കഴിയണേ ഫാത്തിമ, കഴിയണേ ഫാത്തിമ. അപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയേ, എങ്ങനാ കഴിഞ്ഞു പോയിട്ടുള്ള സമയങ്ങളെ വീണ്ടെടുക്കുക, എങ്ങനാണെന്ന് പഠിപ്പിക്കുമോ, പറയുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കടന്നു വരുന്നത്. എന്നിട്ട് അവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പാടുകയാ, ഫാത്തിമ മലദ്ദഹുറു വൽ അയ്യാമു വൽറംബു ഹാസിലു വജാറസു മൗതി വൽഖൽബു ഗാഫിലു നഈമുക ഫിദ്ദുനിയാ സുറൂറും വഹ്റതു وعيشك في الدنيا حال وباطل. ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ശരിയാ. നബി തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നേവരെ കൊന്നുപോലും വെറുതെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. മോളെ, മലദ്ദഹുറു വൽ അയ്യാ, എത്ര കൊല്ലങ്ങളാ കഴിഞ്ഞു പോയത്? 2010 കഴിഞ്ഞില്ലേ, 2011 കഴിഞ്ഞില്ലേ, 2012 കഴിഞ്ഞില്ലേ, ഇന്നിപ്പോ 2014 ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകള് കാലെടുത്ത് കുത്തിയില്ല പെണ്ണേ. പക്ഷേ മണിക്കൂറുകളും സെക്കൻഡുകളും മിനിറ്റുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുപോയി. ചെയ്തു കൂട്ടിയിട്ടുള്ള പാവങ്ങളല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൽബുകൊണ്ട്, നാവുകൊണ്ട്, അവയവങ്ങൾ കൊണ്ട് ആയിരക്കണക്കാന് പാവങ്ങളുടെ പിന്നാമ്പറങ്ങളിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചില്ലേ. കാലങ്ങൾ കഴിഞ്ഞാലും പാവങ്ങളെ ശേഷിക്കുകയാണ്. റസൂലൽ മൗതി വൽഖൽബു ഗാഫിലു, മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നില്ലേ? ആദ്യം സഞ്ചരിച്ചതുപോലെ, ആദ്യം ഓടിപ്പോയതുപോലെ ഇന്നിപ്പോ ഓടാൻ കഴിയുന്നോ? ഇല്ല, ഇല്ല. പ്രിയപ്പെട്ടവരെ, റസൂലൽ മൗതി വൽഖൽബു ഗാഫിലു, മരണത്തിന്റെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. ഉമ്മമാരെ, മുമ്പ് നമ്മൾ ഓടിപ്പോയതുപോലെ ഇന്നിപ്പോ നമ്മളെ കൊണ്ട് പറ്റണില്ല. മുമ്പ് നമ്മൾ നല്ല ഉഷാറായിരുന്നു. ഇപ്പൊ എന്താ ഉസ്താദെ, വയ്യ, തീരെ മുട്ട് സുഖയില്ല, പിടിക്കുന്നില്ല, കാലിന്റെ മുട്ടുവേദനയാ, കൈമുട്ടുവേദനയാ ഒക്കെ വന്നിട്ടുണ്ട്. മരണത്തിന്റെ എല്ലാ അടയാളങ്ങളും. എന്നിട്ടും പാപങ്ങൾ കൂടുന്ന അല്ലാതെ പാവങ്ങൾ ഇല്ലാതെയാകുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്, മോളെ, നിന്റെ സമയങ്ങളെ കുറിച്ച് നീ എപ്പോഴും സൂക്ഷിക്കണം. സൂക്ഷിക്കാതെ ഇവിടുന്ന് വിട പറയാൻ പാടില്ല. എന്നാൽ നാളെ പടച്ചവന്റെ കോടതിയിൽ എത്തുമ്പോ നിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അതുകൊണ്ട് മോളെ, നീ സമയം സൂക്ഷിക്കാതിരിക്കുമ്പോഴാണ് അസ്റായീൽ കടന്നു വരുന്നതെങ്കിൽ ഒരു രക്ഷയുണ്ടാകൂല, ഒരു രക്ഷയൂല. അസ്റായീൽ വന്നിട്ട് എന്റെ റൂഹിനെ ഞാൻ പിടിക്കട്ടെ എന്ന് ചോദിക്കൂല. ഇവിടെ നിന്നുകൊണ്ട് വാള പറയുന്ന ഷമീറിനോട് ചോദിക്കൂല. ഇവിടെ ഇരിക്കുന്ന ഒരാളോട് അസ്റായീൽ വന്നിട്ട്, അടാ ഇന്ന നാട്ടിലുള്ളതാണ് നീ, സമ്പത്തൊക്കെ ഉള്ള, അതുകൊണ്ട് എന്റെ റൂഹിനെ ഞാൻ പിടിച്ചോട്ടാളും ചോദിക്കൂല. അസ്റായീൽ ചോദിച്ചിട്ടുള്ളത് ആരോടാ? ലോകത്തിന്റെ നേതാവേ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തുറക്ക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അഷ്റഫുൽ ഖൽഖി വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നീല
കണ്ട ആലും സഹാബത്തും തൂക്കിച്ചിരുപ്പല്ലോ മുത്തായ തങ്ങൾ തളർന്നു കിടക്കുന്നു മുത്തുമോൽ ഫാത്തിമ ചാരത്തിരിക്കുന്നു ഏറ്റെന്ന വിഷാദത്താലുപ്പായി നോക്കുന്നു ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. ഇന്നിവിടെ ഇരുന്നുകൊണ്ട് വാല് കേൾക്കുന്നവരോട് എന്നോട് ഞാനൊന്ന് പറയട്ടെ, ഒരാളോട് മസ്റായീൽ വന്നിട്ടടാ മനുഷ്യ, നിന്റെ റൂഹിനെ പിടിക്കാ എന്നെ പടച്ചവൻ പറഞ്ഞു വിട്ടതാണ്, അതുകൊണ്ട് നിന്റെ റൂഹിനെ പിടിക്കട്ടെ എന്ന് ഒരാളോടും ചോദിക്കുകയില്ല. ഈ ലോകത്ത് വ്യക്തിത്വമാരാണ് എന്റെയും നിങ്ങളുടെയും കൽബിന്റെ മണവാളനായ കാലത്തിന്റെ കാലച്ചോള കാലോകോട്ട് കണ്ടറിഞ്ഞ കാരുണ്യമാണ് കരുണീയമെന്ന് കാലുഷീക ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ നീതിമാനേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ ഹബീബിനോട് വന്നിട്ട് അസ്റായീൽ ചോദിക്കാ, നബിയേ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കടന്നു വന്നതാണ്, അവിടത്തെയുടെ സമ്മതമുണ്ടോ? എന്നാൽ അവിടത്തെയുടെ റൂഹിനെ പിടിക്കാ പടച്ചവൻ പറഞ്ഞു വിട്ടു, നബിയേ സമ്മതമുണ്ടോ റസൂലല്ലാഹ്? നബി തങ്ങൾ പറയുകയാണ്, അസ്റായീലേ പടച്ചവന്റെ കൽപ്പനയാണ്, മാറ്റല്ലേ മറിക്കല്ലേ, മാറ്റിമറിച്ച് കളയണ്ട, എന്റെ റൂഹിനെ പിടിച്ചോ എന്ന് അസ്റായീലിനോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു പറയാ. ബഹുമാനമുള്ളവരെ പഠിച്ചോ, എന്നോടോ നിങ്ങളോടോ ചോദിക്കില്ല, അല്ലാഹുവിന്റെ ഹബീബിനോടാണ്. അതുകൊണ്ട് മോളെ ഫാത്തിമ നിന്നോട് ചോദിക്കില്ല ഫാത്തിമ, അതുകൊണ്ട് സമയങ്ങൾ സൂക്ഷിക്കണേ ഫാത്തിമ. അസ്റായീൽ വന്നിട്ട് അന്റെ റൂഹിനെ പിടിക്കട്ടെ എന്ന് ഒരാളോടും ചോദിക്കൂല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് മാത്രമേ ചോദിക്കുന്നേ ഉള്ളൂ, ഇനി ചോദിക്കൂല. അതുകൊണ്ട് എപ്പോഴും മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹു എപ്പോ വിളിച്ചാലും പോകാനുള്ള എല്ലാ പാസ്പോർട്ടും വിസയൊക്കെ ഓക്കെ ആക്കിയിട്ടല്ലാതെ നീ ഇരിക്കാൻ പാടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ കൂടി അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള ബാങ്കിൻ ധ്വനി ഓരോ മനുഷ്യന്റെ കരണപുടങ്ങളിലേക്ക് അടിച്ചു കയറിയപ്പോ ആ സമയം മുതൽ ചാടി എഴുന്നേറ്റുകൊണ്ട് ആയിരക്കണക്കാന പാവങ്ങളുടെ പിന്നാമ്പരങ്ങളോട് സഞ്ചരിച്ചിട്ട് പടച്ചവന്, ഇന്ന് ഞാൻ എന്റേതായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പാപത്തിന്റെ കിടാവിളത്തിന്റെ പടുകുഴി അകപ്പെട്ടു പോയി, റബ്ബേ ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പറയാൻ? നമുക്കതിനുള്ള സമയമില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ തന്നെ കാണാനുള്ള സമയമില്ല അല്ലേ? ഉമ്മമാരൊക്കെ ഇവിടുത്തെ നാട്ടുകാരുടെ കഥയല്ല, ഗ്ലോറിക്ക് വേണ്ടി പിന്നെ ഹത്തോദൻ ഉമ്മമാരോടുണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പഠിച്ചോളി, എപ്പോഴും സമയത്ത് സൂക്ഷിക്കണം. അള്ളാഹു എന്റെ സമയം, ഈ സമയത്ത് ഞാൻ ചെയ്തൊക്കെ കുറ്റമാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഓരോ നിമിഷവും നീ മുന്നോട്ട് പോകേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിന്റെ സമയത്ത് നീ സൂക്ഷിച്ചാൽ നീ മരിക്കുന്ന സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയത്തെ സൂക്ഷിക്കുന്നവരാരാണോ അവർക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റും, അല്ലാത്തവർക്കില്ല. ആരെപ്പോലെ നമ്മുടെ മുമ്പിൽ ഒരുപാട് കഥകളുണ്ട്. ബഹുമാനപ്പെട്ട കെ.പി. മാനവ ഉസ്താദിനെ പോലെ പ്രിയമുള്ളവരെ പറയേണ്ട എല്ലാവർക്കും അറിയുമല്ലോ, എന്തോ ഒരുക്കി തയ്യാറാക്കി വന്നിരിക്കുന്നത് പോലെ സുബ്ഹാനല്ലാഹ് കടപ്പുറത്ത് വെച്ച് ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആലിമീങ്ങളെ സഹോദരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് അവിടെ നിറങ്ങി തിരിച്ചിട്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരാണ്. എന്നാലോ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർകദാ പാന്ന് കേട്ടപ്പോ പാങ്ങിന്റെ എല്ലാ ജവാബിനും ഉത്തരം കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിച്ചില്ലേ?
എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതുപോലെ ഭാഗ്യം ലഭിച്ചു എന്നറിയോ? ഇവരുടെ സമയങ്ങൾ എന്നെയും നിങ്ങളെയും പോലെ പാഴാക്കിയിട്ടില്ല. പടച്ചവനക്ക് വേണ്ടി മാറ്റിവെച്ചില്ലേ, ആലിമീങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചില്ലേ, അനാഥ മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചില്ലേ? പക്ഷേ ഞാനോ നിങ്ങളോ സമയങ്ങൾ കൊന്നു ല്ലാതെ പടച്ചവനെ കുറിച്ച് ഓർക്കാ നമുക്കൊന്നും സമയമില്ല. പടച്ചവനെ കുറിച്ച് ഓർക്കാനുള്ള സമയം നമുക്കൊന്നില്ല. അവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റിയത്? അവരൊക്കെ സമയം സൂക്ഷിച്ചിരുന്നു. ദീനിന് വേണ്ടി സമയങ്ങൾ അവരൊക്കെ മാറ്റിവെച്ചു. നമുക്കതിനുള്ള സമയമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ദുനിയാവിന്റെ പുറം ലോകത്തോട് ഇങ്ങനെ കടന്നു പോവുകയാ. അള്ളാന്റെ ഹബീബ് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കാണ്, മോളെ അതുകൊണ്ട് സൂക്ഷിക്കണം, അസ്റാഈൽ വരും. എപ്പോഴാണ് വരുന്നതെന്ന് ഒരു മനുഷ്യനിക്കും പറയാൻ പറ്റൂല. ഉടൻ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഓതി, മോളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈബ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സു ബിഅയ് അർളിൻ തമൂത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓതുകയാ, പൊന്നുമോളെ ഫാത്തിമ, അല്ലാഹുക്കല്ലാതെ 5 കാര്യങ്ങൾ ഒരാൾക്കും പറയാൻ പറ്റൂല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ. മോളെ ഖിയാമത്ത് നാൾ എപ്പോഴാ സംഭവിക്കുക എന്ന് എനിക്കോ നിനക്കോ പറയാൻ പറ്റില്ല. വയുനസ്സിലുൽ ഗൈബ്, മഴയെപ്പോഴാണ് ഇനെന്ന് പറയാൻ പറ്റൂല. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടി ഏത് കോലത്തിലാണ്, എങ്ങനെയാണ്, ആണാണോ പെണ്ണാണോ, ഞാൻ അതിലേക്കൊന്നും പെടുത്തു ചാടുന്നില്ല. ഇതിനെക്കുറിച്ച് പറയുന്നത് അള്ളാഹുവാണ്. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലെ ഉമ്മമാർ അവര് പറയും, ഉസ്താദെ അള്ളാഹ്ക്ക് മാത്രമല്ല അമ്മക്കും അറിയാന്ന് പറയും. എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെറിയ ഒരു അനാചാരമുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു പെണ്ണ് ഗർഭിണിയായിട്ടൊരു 7 മാസമാകുമ്പോൾ 8 നെയ്യപ്പം ചുടും. 8 നെയ്യപ്പം ചുടും. എന്നിട്ട് കൊണ്ടിങ്ങനെ വരിക്കി വെച്ചിട്ട് ഈ പാവപ്പെട്ട പെണ്ണിന്റെ 2 കണ്ണും കെട്ടിവെച്ചിട്ട് ഇതിന്റെ മുമ്പിൽ കൊണ്ടാക്കും. എന്നിട്ട് പറയും, മോളെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നില് കൈകൊണ്ട് കുത്താൻ പറയും. പാവപ്പെട്ട പെണ്ണ് പേടിച്ച് വന്നിട്ട് ഏതെങ്കിലും വർണ്ണത്തിൽ തൊടും, ബിസ്മില്ലാ. അപ്പോഴാണ് ഉമ്മ സുബ്ഹാനല്ലാഹ് എന്നൊരൊറ്റ വിളിയ. പെട്ടെന്ന് കണ്ണിന്റെ അതൊക്കെ കൊണ്ട് അഴിച്ചിട്ട് ചോദിക്കും, ഉമ്മ എന്താ പറ്റി? മോളെ നീ തൊട്ട നെയ്യപ്പത്തിന്റെ സൈഡൊന്ന് അല്പം ഇളകി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടിയുടെ കാല് വളഞ്ഞ് മേപ്പോട്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്. നമ്മുടെ നാട്ടിലെ കാര്യം, ഇവിടുത്തെ കാര്യം ഇവിടെ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം, അല്ലാഹു മാത്രമേ അറിയുള്ളൂ. പിന്നെയോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ തദ്രി മാദാ തക്സിബു ഗദാ. ഇന്നിവിടെ വാള് കേൾക്കാൻ ഒരുമിച്ച് കൂടിയവരോട് വിളിക്കറേ, ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയത്ത് ഇവിടെ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാര് പറയുമ്പോ, ആലിമീങ്ങൾ സംസാരിക്കുമ്പോ, ദുആക്ക് നേതൃത്വം കൊടുക്കുമ്പോ, ഇവിടെ ഇരുന്നു കൊണ്ട് വാള് കേൾക്കാതെ പ്രസംഗം കേൾക്കാതെ കഴിയുമെന്ന് ഉറപ്പാരെങ്കിലുമുണ്ടോ? ഇല്ല ഇല്ല. നാളത്തേക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാൻ പറ്റൂല. ഞാൻ ഒരു ചെറിയൊരു സംഭവം പറയട്ടെ പ്രിയപ്പെട്ടവരെ. എന്റെ നാട്ടിൽ ശുബിലാദം എന്ന് പറയുന്നത് പാവപ്പെട്ട പൊന്നുമോ, സുബ്ഹാനല്ലാഹ്, യതീംഖാനയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുക. ഉപ്പയില്ലാത്ത വിഷമം അറിയിക്കാതെ പുന്നാര ഉമ്മ പൊന്നുമോനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് യതീംഖാനയിൽ കൊണ്ട് പഠിക്കാനാക്കുകയാണ്. പൊന്നുമോ നിന്നുകൊണ്ട് പഠിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നാൽ ഉമ്മയോട് പറയും, ഉമ്മ
ഉപ്പയില്ലാത്ത വിഷമം അറിയിപ്പിക്കാതെ രാപ്പകലില്ലാതെ ബുദ്ധിമുട്ടോടെ വേദനയോടെ ഗൺഗലത്തോടെ നമ്പരത്തോടെ പ്രയാസത്തോടെ എന്റെ ഉമ്മ നിങ്ങൾ ഞങ്ങളെ പോറ്റുന്നല്ല ഉമ്മ, എനിക്കൊന്ന് ആരോഗ്യം വെക്കട്ടെ ഉമ്മ, എനിക്കൊന്ന് ആഫിയത്തുണ്ടാകട്ടെ ഉമ്മ, എന്റെ ഉമ്മയുടെ കട്ടപ്പാട് മാറ്റും ഉമ്മ, എന്റെ ഉമ്മയുടെ ദുഃഖം മാറ്റും ഉമ്മ. ഒരു വേള പെട്ട പൊന്നുമോനായ ഞാനുണ്ടല്ലോ, എന്റെ ഉമ്മ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ആഹാരം കൊണ്ടുതരും, അതിന് വേണ്ടിയുള്ള കഴിവിന് വേണ്ടി എന്റെ ഉമ്മ ദുആ ചെയ്യണമെന്ന് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല പല പ്രാവശ്യം ശിബിലാദെന്ന് പറയുന്ന പാവപ്പെട്ട പൊന്നുമോ ഉമ്മയോട് പറയാറുണ്ട്. പ്രിയമുള്ളവരെ, കഥയല്ല കണ്ട കാര്യമാണ്. പാവപ്പെട്ട പൊന്നുമോ അതാ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ നാളെ സ്കൂളിൽ മത്സരമാണ്, അതുകൊണ്ട് പാടാ നല്ലൊരു പാട്ട് വേണം മോനെ, പേടിക്കണ്ട, ഇന്ന സ്ഥലത്തേക്ക് ഞാൻ പഠിക്കുന്ന കോളേജിലേക്ക് ഉസ്താദിന്റെ അനുവാദം ചോദിച്ചുകൊണ്ട് കടന്നു വന്ന നിനക്ക് എത്ര പേടോ എഴുതി തരാമെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട പൊന്നുമോന് ഫോൺ വെച്ചതാണ്. പിറ്റേന്നത്തെ പത്രമെടുത്ത് വായിച്ചപ്പോഴാണ് വാർത്ത അറിയുക, ശിബിലാദെന്ന് പറയുന്ന പാവപ്പെട്ട പൊന്നുമോ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയി. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഞാൻ കോളേജിലേക്ക് വിളിച്ച് യതീംഖാനയിൽ വിളിച്ചിട്ട് ശിബിലാദിനെ വന്ന് കിട്ടുമോ? ഓ സമയത്ത് പാവപ്പെട്ട ഹക്കീം ഉസ്താദ് ഓടത്ത് എങ്ങനെയാണ് പൊട്ടിക്കരയോടെ ഗർഗനത്തോടെ പ്രയാസത്തോടെ അവിടെ നിന്ന് പറയുന്നു, ഉസ്താദേ ശിബിലാദ് പോയ ഉസ്താദേ, ഞങ്ങളെ രസിലായി ഉസ്താദേ, ഞങ്ങളെ കണ്ണുനീരിലാക്കി ഉസ്താദേ. ഞാൻ എന്റെ ഉസ്താദിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് കൊല്ലം മെഡിക്കൽ കോളേജിലേക്കൊന്ന് പോവുകയാ. പാവപ്പെട്ട പൊന്നുമോ എന്റെ ശരീരം ഒരു നോക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. പൊന്നുമോന്റെ ശരീരം ഒരു നോക്കൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് കൊല്ലം മെഡിക്കൽ കോളേജിലേക്കൊന്ന് പോയി. സുബ്ഹാനല്ലാഹ്, ചെന്നപ്പോഴോ ഒരു ചുമന്ന ഷർട്ട് വിരിച്ചിട്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതാ കുട്ടി ഇട്ടിരുന്ന ഷർട്ടാണോ? ഇട്ടിരുന്നപ്പോൾ വെള്ളയായിരുന്നു, വാഹനം ഇടിച്ചിട്ട് ചോര കൊണ്ട് കുളിച്ചു കിടക്കുന്ന ഷർട്ടാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ഒരവസ്ഥ വെക്കാതിരിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഇതുപോലത്തെ ഒരവസ്ഥ വെക്കാതിരിക്കട്ടെ. അങ്ങനെ പൊട്ടിക്കരയാൻ ആയിരക്കണക്കാന ആലിമീങ്ങൾ തേങ്ങി തേങ്ങി കരയുകയാണ്. പൊന്നുമോന്റെ ജനാസ വിട്ടുകൊടുക്കുകയാണ് വീട്ടുകാർക്ക്. പ്രിയമുള്ള ഉമ്മമാരെ, ഒരു ഉമ്മയുടെ ദുഃഖം ഞാനെന്ന് പറയട്ടെ. പാവപ്പെട്ട പൊന്നുമോന്റെ ശരീരം ജനാസ വീട്ടിലേക്കതാ കൊണ്ടുവരുമ്പോ മലമറയിട്ടുകൊണ്ട് വാവിട്ടുകൊണ്ട് നിലവിളിക്കുകയാണ്, മോനെ ശിബിലാദേ, എത്ര സ്വപ്നങ്ങളാണ് എനിക്ക് നീ തന്നത്, എന്നെ വിട്ടു പിരിഞ്ഞു. ഉമ്മ എവിടെന്ന് പറഞ്ഞു, എന്റെ പൊന്നുമോന്റെ പൂമുഖം എനിക്കൊന്ന് കാണണമല്ലോ, അതുകൊണ്ട് എന്റെ പൊന്നുമോന്റെ മുഖത്തും നീ തുണിയൊന്ന് മാറ്റുമോ? സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട പൊന്നുമോന്റെ മുഖത്തൊന്ന് തുണി മാറ്റുമ്പോ ഉമ്മ പറയുന്നു, ഇനി എനിക്ക് എന്റെ പൊന്നുമോന്റെ ശരീരം എനിക്ക് ഇനി കാണണ്ട, എന്റെ പൊന്നുമോൻ എനിക്ക് ഇനി കാണണ്ട. കാരണം വാഹനമിടച്ചിട്ട് തലയുടെ ഒരു ഭാഗം ചതഞ്ഞുപോയി, പഞ്ഞുകൊണ്ട് നിറച്ചിട്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞുപോയ ഉമ്മ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് സമയത്താണ് വരുന്നതെന്നറിയില്ല, ഏത് സെക്കൻഡിലാണ് വരുന്നതെന്നറിയില്ല. വമാ തദ്രീ മാദാ തക്സിബു ഗദാ. നാളെ നമ്മളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കണ്ട. ഇവിടെ നാളെ ഇതേ വേദിയിൽ വന്നിരിക്കുന്ന ആരും ഉറപ്പ് വിചാരിക്കണ്ട. സഹോദരങ്ങളെ, ചിന്തിക്കണം. നാളെ എന്ത് ചെയ്യുമെന്ന് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും പറ്റില്ല. അള്ളാന്റെ ഖുർആനിൽ കൂടെ അല്ലാഹു തആല പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞതാണ്, നാളെ നീ എന്ത് ചെയ്യുന്നു നിനക്കറിയാൻ പറ്റുമോ? ഒരു മനുഷ്യരെ കൊണ്ടും പറ്റില്ല. വമാ തദ്രി നഫ്സു ബിഐ അർദിൻ തമൂത്.
ഇവിടെ വെച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് വാള് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ ഗുരുവായൂരാ, അവിടത്തേക്ക് എനിക്ക് എത്താൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എവിടെ വെച്ചാണ് മരിക്കുവാന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെ വെച്ചുകൊണ്ടാണോ, അതല്ല എന്റെ ഉപ്പാന്റെ അടുക്കൽ വെച്ചുകൊണ്ടാണോ, എന്റെ ഉമ്മാന്റെ അടുക്കൽ വെച്ചുകൊണ്ടാണോ, അതല്ല എന്റെ കൂട്ടുകാരുടെ അടുക്കൽ വെച്ചുകൊണ്ടാണോ ഞാൻ ഇവിടെ നിന്ന് വിട പറയുക എന്ന് പറയാൻ ഒരാളെ കൊണ്ടും പറ്റില്ല, എനിക്കും പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. അസ്റായീൽ എപ്പോഴും കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. ഈ ഒരു വിചാരം നമുക്കില്ല. അതുകൊണ്ട് ചിന്തിക്കണം, പടച്ചവനെ ഞാൻ ഈ പോക്ക് പോയാൽ, പാപത്തിന്റെ കിടാവിളക്കിന്റെ പടുകൊടിയിലേക്ക് ആണ്ടുപോയാൽ, പടച്ചവൻ എന്റെ റൂഹ് പിരിഞ്ഞു പോകുമ്പോ, ചേതനറ്റ ശരീരവുമായിട്ട് ഞാനിങ്ങനെ കിടക്കുമ്പോ പാപത്തിൽ കുളിച്ചാൽ എന്റെ സ്ഥാനം ഖുർആൻ ഓതിയിട്ട് അള്ളാന്റെ ഹബീബ് അവിടെ എണ്ണി പറഞ്ഞതുപോലെ നരകത്തായിരിക്കുമല്ല അല്ലാ എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ചിന്തിക്കണം മനുഷ്യൻ. അല്ലാ ഞാൻ എപ്പോഴും ഇവിടെ പറഞ്ഞാലും അൽഹംദുലില്ലാഹ് ഒരുപാട് സ്വതക്കകൾ ഞാനിവിടെ വന്നപ്പോഴേ നമ്മുടെ ഉസ്താദ് പറഞ്ഞു, ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്ത ആളുകൾ എന്തിനു വേണ്ടി? മരണത്തിന് ശേഷം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അള്ളാഹു ഇവിടെ സംഭാവന ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല സ്വർഗം തരട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. ഷമീർ ദാരിമിക്ക് ഒരു പവറുമില്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ആമീനാണ് പവർ. അതുകൊണ്ട് പടച്ചവനെ നമ്മളെ നീ സ്വീകരിക്കണേ പടച്ചവനെ, സന്തോഷം നൽകണേ അല്ലാ, നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സരണേ പടച്ചവനെ, അപകടം മരണങ്ങളിൽ നീ പെടുത്തല്ലേ അല്ലാ. അതുകൊണ്ട് എപ്പോഴും ഓർമ്മ വേണം, എപ്പോഴും ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത. ഇന്നിപ്പോ ഇല്ലാണ്ട് പോയിരിക്കാൻ. എന്നിട്ട് പറഞ്ഞു, മോളെ ഒന്ന് സമയം, പിന്നെ ആ സമയം നീ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അസ്റായീൽ വരും, പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ഒന്ന്. രണ്ടാമതായിട്ട് പറഞ്ഞു, മോളെ ഇവിടെ നിന്ന് നീ വിട്ടുപിരിഞ്ഞു പോകുമ്പോ നിനക്ക് വേണ്ടുന്നത് ഒന്ന് നിന്റെ ഉമ്മയുടെ പൊരുത്തം, രണ്ട് നിന്റെ ഉപ്പാന്റെ പൊരുത്തം. ഈ രണ്ട് പൊരുത്തവുമില്ലാതെ നീ ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരും ഉമ്മമാരും ഇപ്പൊ നിങ്ങൾ മക്കളുടെ സ്ഥാനം മാത്രമേ കാണാവൂ. കണ്ടിട്ട് ഈ ഇരിക്കുന്നവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയിലേക്ക് വിടുക നിങ്ങളുടെ ചിന്ത. അപ്പൊ പറയാം ഉസ്താദേ, അപ്പൊ നമ്മളൊക്കെ ഉപ്പമാരാണ് ഉമ്മമാർ. ഓക്കെ, നിങ്ങളൊക്കെ ഉപ്പമാരും ഉമ്മമാരാ. പക്ഷെ നമ്മുടെ ചിന്ത നമുക്ക് മക്കളാണ്, നമ്മുടെ ഉപ്പയിലേക്ക് പോകട്ടെ. എത്ര മക്കളാണ് ഉപ്പാനെ ഉമ്മാനെ വേദനിപ്പിക്കുന്ന മക്കൾ. ഇങ്ങനെ മക്കൾ ഉപ്പായെയും ഉമ്മായെയും ഇവിടെ നിന്ന് വെറുപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് പിരിഞ്ഞു പോയാൽ ഈ മക്കളുടെ റൂഹ് പിടിക്കുമ്പോ പരാജയത്തിന്റെ പടുകുഴിയിലായിരിക്കും. അങ്ങനെ പിരിഞ്ഞു പോകല്ലേ ഫാത്തിമ എന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാന്റെ പൊരുത്തൊക്കെ പറയുന്ന ഒരുപാട് പറയണ്ട് അല്ലേ. ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ പുന്നാര മകന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. ആ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് പറയുന്നു, മകനെ ഈ ദുനിയാവിൽ വെച്ച് നീ നിന്റെ കൊണ്ടുവരണം, ഇവിടെ വെച്ച് നീ നിന്റെ സ്വർഗത്തെ കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ബുദ്ധിയുള്ളവനാണ്. എന്നപ്പോ നമ്മുടെ മക്കളുടെ ബുദ്ധി അല്ലാത്ത ബുദ്ധിയാ. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോണ ബുദ്ധിയാണ് അല്ലെ. ഏതുപോലെ പണ്ടൊരിക്കലും ഒരു ഉപ്പ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട്, ഉസ്താദേ ഞാനിപ്പോ 2 കൊല്ലം കൊണ്ട് ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കി, പക്ഷെ ഇവ എന്നെ അനുസരിക്കത്തില്ല, എന്റെ സ്വന്തം ഭാര്യ അനുസരിക്കാറില്ല. അതുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം ചെയ്യണം, ഇത് സ്കൂൾ അടച്ച സമയമാണ്, അതുകൊണ്ട് എന്റെ കുട്ടിയെ ഒരു 2 മാസത്തേക്ക് ഇവിടെ നിർത്തണം. ഉസ്താദ് ഒന്ന് അങ്ങോട്ട് സെറ്റപ്പാക്കി അടിപൊളിയാക്കി എന്റെ കുട്ടിയെ ഒന്ന് തരണം. ഉസ്താദിന്റെ അടുക്കൽ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയോട് ഉസ്താദ് ചോദിച്ചു, മോനെ അനക്ക് എന്താ പ്രശ്നം? എനിക്കൊന്നുമില്ല, ഞാൻ നല്ല അടിപൊളിയാ. ആയിക്കോട്ടെ ശരി, ഈ ഉള്ള 2 മാസം നീ എന്റെ അടുക്കൽ നിന്ന് നല്ലതുപോലെ നമസ്കരിച്ച, നല്ലതുപോലെ ഇബാദത്തെടുത്താൽ നിനക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്റെ വാപ്പാടുത്ത് പറഞ്ഞ് നല്ലൊരു സ്കൂട്ടർ മേടിച്ചു. കുട്ടിക്ക് നല്ല സന്തോഷമായി, നല്ല പൊലിപ്പായി. കുട്ടി നമസ്കാരം തന്നെ നമസ്കാരം. ഇന്നേ വരെ അവിടെ ഒരാളും നമസ്കരിച്ചിട്ടില്ല. അമ്മാതിരി നമസ്കാരാണ് കുട്ടി. അവസാനം സ്കൂൾ തുറന്നപ്പോ കുട്ടി ചോദിച്ചു, ഉസ്താദേ സ്കൂൾ തുറന്നിട്ടുണ്ട്, ബൈക്ക് വേണം. ആയിക്കോട്ടെ മോനെ, എന്തിനാണ് എനിക്ക് ബൈക്ക്? ഇത്രയും നമസ്കരിച്ചില്ലേ നീ? ഇതൊക്കെ പോരെ, അതുകൊണ്ട് ഹാ ഹോ ഹീ എന്നൊക്കെ ഉസ്താദാക്കി. ഉടൻ തന്നെ കുട്ടി ചോദിക്കും, ഉസ്താദേ നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? എന്നാ ഉസ്താദ് ഒരു കാര്യം മനസ്സിലാക്കണം, ഉസ്താദ് എന്നെ പറ്റിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഉസ്താദിനെ ഞാൻ നല്ലതുപോലെ പറ്റിക്കുമായിരുന്നു. ഉസ്താദ് ചന്ദ്രകാമൻ നീ എന്നെ പറ്റിച്ചത്, ഞാൻ ഈ കണ്ട നമസ്കാരം ഒക്കെ നമസ്കരിച്ചിട്ടും ഒരൊറ്റ വക്കത്ത് നമസ്കാരത്തിന് പോലും വുളൂ എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുത്തിട്ടില്ല. ഇതാ നമ്മുടെ മക്കൾ. അതുകൊണ്ട് നല്ലതുപോലെ നമ്മുടെ മക്കളോട് പഠിപ്പിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കൾ കേൾക്കാൻ വേണ്ടി പറയും. ഇവിടെ നിന്ന് ഇവിടെ പറയുമ്പോ ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം വേണം. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ സ്വർഗം നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ഉടൻ തന്നെ ഓടുകയാണ് വീട്ടിലേക്ക്. ഓടി
ഓടിച്ചെന്ന് ഉമ്മയോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളുടെ കാലം പൊക്കുമോ ഉമ്മ? ഉമ്മ ചോദിച്ചു, മോൻ എന്തിനാടാ കാല് പൊക്കുന്നത്? ഉടൻ തന്നെ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറഞ്ഞു, ഉമ്മ അവരെ കരവുണ്ടുമ്മ, കാലം പൊക്കണം. പുന്നാര മകന്റെ വാക്ക് കേട്ടുകൊണ്ട് കാല് പൊക്കിയ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽപാദത്തിനടിയിൽ ഒരു തുണി വിരിക്കുന്നു. ആ തുണിയിലേക്ക് ഉമ്മാന്റെ കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തട്ടിയിട്ടിട്ട് ഈ മണ്ണെടുത്തുകൊണ്ട് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയാ, അസ്സലാമു അലൈക്കും യാ അബീ, എന്റെ പിതാവേ, ആദാ തുറാബും തുറാബിൽ ജന്ന. പ്രിയപ്പെട്ട ഉപ്പ, ഈ കാണുന്ന മണ്ണാണ് എന്റെ സ്വർഗമെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് എന്താ പറഞ്ഞ, അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്, മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം. ഇത് പഠിച്ചു വെച്ചേക്കല്ലേ. അവിടെ നിന്ന് ചെന്നിട്ട് ഉമ്മാന്റെ കാൽപാദത്തിനടിയിൽ നിന്ന് ഇങ്ങനെ ഇത് കൊണ്ടുവന്നപ്പോ ഉപ്പ പറഞ്ഞു, മോനെ നീ ഇവിടെ നിന്ന് വിട പറയുമ്പോ, നീ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോ നീ ഏറ്റവും നല്ലത് ഇതാണ്, നിന്റെ ഉമ്മയുടെ പൊരുത്തമാണെന്ന് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല മകനോട് പഠിപ്പിച്ചു. എന്നാലോ ഇന്ന് നമ്മുടെ മക്കൾ ഉമ്മാൻ ഉപ്പാൻ ഇഷ്ടപ്പെടുന്നത് എത്ര കൊല്ലം വരെ? ഒന്നുകിൽ കൂടിപ്പോയാൽ 16, 17, 18 വയസ്സ് വരെയാ. അത് കഴിഞ്ഞാലോ കല്യാണം കഴിച്ചുവിട്ടാ പിന്നെ ഉമ്മാനെ മറന്നു ഉപ്പാനെ മറന്നു ആകെപ്പാടെ വിഷയമായി അല്ലേ? ചിന്തിച്ചു നോക്കാം. ഇവിടെ അങ്ങനെ ഉള്ളവർ ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റില്ല. ഏതുപോലെ പ്രിയമുള്ളവരെ, ഒരൊറ്റ വെട്ടമൊന്ന് ചിന്തിക്കണം. റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് വേണ്ടി എത്ര ഉറക്കമൊഴിഞ്ഞതാണ്. അല്ലാഹുവേ, 1 മണിക്കും 2 മണിക്കും ഞാൻ ഉണരുമ്പോ താരാട്ട് പാട്ടുപാടി എന്നെ ഉറക്കാറുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണെങ്കിലോ ഗൾഫ് രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് അറബിയുടെ ആട്ടുംകുപ്പം കേട്ടുകൊണ്ട് ജോലി ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാശുകൾ അയച്ചിരുന്നു. അല്ലാ, ആ ഉപ്പാനെ വെറുത്തോ അല്ലാ, ആ ഉമ്മാനെ വെറുത്തോ അല്ലാ. ചിന്തിക്കാരന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല. അതുകൊണ്ട് പഠിച്ചോ, അല്ലാഹുവേ, ഇവിടെ നിന്ന് ഞാൻ മരണപ്പെട്ടു പോകുമ്പോ എന്റെ ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തമില്ലാതെ ഇവിടെ പറയില്ല അല്ലാ. നിങ്ങൾക്കറിയുമല്ലോ, മാർച്ച് മാസം 2010 മാർച്ച് മാസം 23-ാം തീയതിയിൽ പത്രം വായിക്കാത്ത ഒരാളും ഇവിടെ ഇരിപ്പില്ല. പുന്നാര മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഉമ്മ, പുന്നാര മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉപ്പ. ഒരു ദിവസം അതാ ഒരു കുട്ടിക്കൊരുമ്മ ജന്മം കൊടുക്കുകയാണ്. ആ ജന്മം കൊടുത്ത പുന്നാര മകനിക്ക് 2 കാതുകളില്ല. ആ 2 കാതിന്റെ സ്ഥാനത്ത് 2 ദൂരങ്ങളാണ്. ഉമ്മ മകനെ പഠിപ്പിച്ച് വലുതാക്കി നല്ലതുപോലെ പഠിപ്പിക്കുകയാണ്. അവസാനം പുന്നാര മകനിക്കൊരു ജോലി കിട്ടിയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ആനിസേ, ഒരു കാര്യം ചെയ്യണം, നിനക്ക് നല്ലൊരു ജോലിയാണ് കിട്ടിയത്, അതുകൊണ്ടാ ജോലിക്ക് നീ പോകണമെന്ന് പറഞ്ഞപ്പോ പുന്നാര മകൻ പറഞ്ഞു, ഉമ്മ ഞാൻ ജോലിക്ക് പോയില്ല ഉമ്മ, എനിക്കതിന് കഴിയില്ല ഉമ്മ, കഴിയില്ല ഉമ്മ. കാരണം എന്താണെന്നറിയോ? ഞാനതാ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോ കാതില്ലാത്ത മകനേന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ കളിയാക്കുമ്പോ അത് താങ്ങാ എന്നെ കൊണ്ട് കഴിയില്ല ഉമ്മ, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകില്ല എന്ന് മകൻ പറയുമ്പോ മകനോട് ഉമ്മ പറഞ്ഞു, മോനെ നിനക്കൊരാൾ 2 കാതുകൾ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ട ഉമ്മ എവിടെന്ന് പറഞ്ഞപ്പോ മകൻ ചോദിച്ചു, ഉമ്മ ആരാണെന്ന് പറയുമോ ഉമ്മ? ഉടൻ തന്നെ ഉമ്മ പറഞ്ഞു, മോനെ പേര് പറയണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന ഹോസ്പിറ്റലിലേക്ക് നീ ഒന്ന് കടന്നു വരണമെന്ന് ഉമ്മ പറഞ്ഞപ്പോ പുന്നാര മകന് ചൊല്ലുകയാണ്. ശസ്ത്രക്രിയയിലൂടെ പൊന്നുമകനക്ക് 2 കാതുകളും കിട്ടുകയാണ്. പുന്നാര മകനക്ക് സന്തോഷമായി. ബോധം തെളിഞ്ഞ പാടെ മകൻ കൂട്ടുകാരോട് ചോദിച്ചു, കൂട്ടുകാരാ എന്റെ ഉമ്മ എവിടെ?
അപ്പോഴാണ് മകനോട് പറഞ്ഞതെടാ കൂട്ടുകാരാ, നിന്റെ ഉമ്മ ജോലിക്ക് പോയിരിക്കുകയാണ്, ഒരു മാസം കഴിഞ്ഞേ മടങ്ങി വരുള്ളൂ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടൊന്ന് പോയിരിക്കുകയാ. പാവപ്പെട്ട പുന്നാര മകനതാ ജോലിക്ക് വേണ്ടി യമനിലേക്ക് പോവുകയാണ്. യമനെന്ന് പറയുന്ന രാജ്യത്തേക്ക് ജോലിക്ക് പോയി. അപ്പോഴാണ് കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുന്നടാ, നിന്റെ ഉമ്മ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി, അതുകൊണ്ട് നീ ഒന്ന് കടന്നു വരണം. നിന്റെ ഉമ്മ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിരിക്കാൻ, നീ ആകപ്പാട് ഒറ്റ മകനേ ഉള്ളൂ, നീ വരണം. പാവപ്പെട്ട പുന്നാര മകനവിടന്ന് കണ്ണുനീരോടെ വേദനയോടെ കഥാ കടന്നു വരികയാണ്. കടന്നു വരുമ്പോ ഉമ്മാനെ കുളിപ്പിക്കാൻ എടുത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദനയോട് ഗൽഗതത്തോട് നമ്പരത്തോട് മകൻ കുളിപ്പിക്കാൻ നിൽക്കുന്ന ആളുകളോട് ചോദിക്കുകയാ, അല്ലയോ പ്രിയമുള്ളവരെ, എന്റെ ഉമ്മാനെ നിങ്ങൾ കുളിപ്പിക്കാൻ പോവുകയാണ്. എന്റെ ഉമ്മയുടെ മുഖത്തേക്ക് ആദ്യമായിട്ട് ഒരു തുള്ളി വെള്ളം ഈ പുന്നാര മകന്റെ കൈകൊണ്ടൊന്ന് ഒഴിക്കട്ടെ. അവിടെ ആളുകൾ സമ്മതം കൊടുക്കുമ്പോ ഉമ്മാന്റെ മുഖത്തേക്ക് വെള്ളമൊഴിക്കാൻ ചെന്നപ്പോഴല്ലേ കഥ മനസ്സിലായത്. അല്ലാഹുവേ, എന്റെ ഉമ്മയുടെ കാതവിടെ പടച്ചവരെ, എന്റെ ഉമ്മയുടെ മുഖത്തിന്റെ സൗന്ദര്യമാകുന്ന എന്റെ ഉമ്മയുടെ രണ്ട് കാതുകൾ ഇന്നെനിക്ക് വേണ്ടി തന്നതാണോ അല്ലോ, ഞാനിതറിഞ്ഞില്ല റബ്ബേ. എനിക്ക് വേണ്ടി യാതന സഹിച്ച ഉമ്മ, എനിക്ക് വേണ്ടി വേദന സഹിച്ച ഉമ്മ, എനിക്ക് വേണ്ടി ദുഃഖം സഹിച്ച ഉമ്മ, എനിക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ അവസാനം ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ രണ്ട് കാതുകളും പാവപ്പെട്ട പൊന്നുമോരിക്ക് വേണ്ടി കൊടുത്തിട്ട് പോയി. എന്റെ ഉമ്മയല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയിട്ടുള്ള കഥകൾ എത്രയോ. മക്കൾക്ക് വേണ്ടി എന്തും കൊടുക്കുന്ന ഉമ്മ, മക്കൾക്ക് വേണ്ടി എന്തും കൊടുക്കുന്ന ഉപ്പ. പക്ഷേ ആ പാവപ്പെട്ട ഉപ്പാനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തള്ളുന്ന ഏതെങ്കിലും ഒരു മക്കളെ ഈ സദസ്സിലുണ്ടോ? ആണാകട്ടെ പെണ്ണാകട്ടെ, ഇവിടം ഇവിടെ പറഞ്ഞു പോകുമ്പോ പടച്ചവൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരില്ല. ഇവിടം ഉപ്പായുടെ ഉമ്മായുടെ പൊരുത്തമില്ലാതെ വിട പറഞ്ഞു പോയാൽ ഉല്ലായിക മഖഅദഹു ഫിന്നാർ, അവന്റെ വാസസ്ഥലം നരകമെന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്തു വറക്ക മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് വിട പറയുമ്പോ ഉമ്മാന്റെ പൊരുത്തം വേണം, ഉപ്പാന്റെ പൊരുത്തം വേണം. എന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അസ്രായീൽ വരുമ്പോ പരാജയപ്പെട്ടു. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും നഷ്ടത്തില, ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടില്ല. ചില മക്കളുണ്ട് ഉമ്മാന്ന് വെച്ചാൽ വല്ലാത്ത സ്നേഹമാണ്, ഉപ്പാന്ന് പറഞ്ഞാലും വല്ലാതെ ഇഷ്ടമാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് കല്യാണം കഴിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഭാവം മാറും. പിന്നെ ഉമ്മയെ മറക്കാൻ, ഉപ്പാനെ മറക്കാം. പിന്നെ എപ്പോഴാ പോകുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മയുമായിട്ട് വിട്ടുപിരിഞ്ഞ പിന്നെ പോകണം. ഉമ്മ മരണപ്പെട്ട് ഖബറിൽ കിടക്കും അല്ലേ? മാമരം ഗോചിടോമി കരളിലെ മണ്ണിൽ കിടക്കണ പൊന്നുമ്മ, കൂരിരുൾ നീടോമി അരികത്തെ പള്ളിപ്പറമ്പിലാണെല്ലുമ്മ, കൂട്ടിനീണ വന്നപ്പം പെറ്റുമ്മാനി പെരുവഴി കാണിച്ച കൈതാ, പെണ്ണിന്റെ മേനിയിലും അവളുടെ വാക്കിലും നമ്പി ഞാൻ പെണ്ണൊന്നപ്പോ ഉമ്മാനെ മറന്നു. പിന്നെ പെണ്ണും അവനുമായിട്ടായി. ഇങ്ങനെ വന്നു പോയാൽ ഒരുപാട് പറയേണ്ട സമയമില്ല. ഇങ്ങനെ വന്നു പോയാൽ അവന് അസ്രായീലിന്റെ പിടുത്തത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിട പറയുമ്പോ മോളെ ഫാത്തിമ, നിന്റെ ഉപ്പയാകുന്ന എന്റെ പൊരുത്തം വേണം, നിന്റെ ഉമ്മയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പൊരുത്തവും നിനക്ക് വേണം. അതുകൊണ്ട് അതില്ലാതെ വിട പറയല്ലേ. ലോകത്തിന്റെ മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ചിന്തിക്കുക, അല്ലാഹ് ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോൾ സന്തോഷത്തിൽ പോകണം, ആനന്ദത്തിൽ പോകണം, ആഹ്ലാദത്തിൽ പോകണം. ഇനി നോക്ക്, ഇനിയാണ് നമ്മുടെ മരണം. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കാം. പെട്ടെന്ന് പറഞ്ഞോണം, ഒറ്റ ദിവസം കൊണ്ട് ഈ പിന്നെ ഇവര് വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റില്ല, എന്നാലും പെട്ടെന്ന് പറഞ്ഞു പോവാൻ. അതുകൊണ്ട് ഈ രണ്ട് കാര്യം മോളെ നീ മനസ്സിലാക്കണം. ഇനി നിന്റെ ഇവിടെ നിന്ന് പിരിയുമ്പോ നിനക്ക് സന്തോഷത്തിൽ പിരിയണം. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും എനിക്ക് പോലും പറയാൻ പറ്റൂല, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ സന്തോഷത്താലാണ് പോകുന്നത്, ആഹ്ലാദത്തിലാണ് പോകുന്നത്, ആനന്ദത്തിലാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല, ഉറപ്പല്ലേ? പക്ഷെ പറയാൻ പറ്റേണ്ട കോലത്തിൽ പോകണം. എത്ര ആളുകളാണ് സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് ചെന്ന് വിളിക്കുമ്പോ അനക്കമില്ല, മക്കളെ വിളിക്കും, അല്ലെങ്കിൽ മക്കൾ എന്നിട്ട് ഉപ്പാനെ വിളിക്കും, ഉപ്പാക്ക് അനക്കമില്ല. ചിന്തിക്കണം പ്രിയമുള്ളവരെ, വിഷയത്തിന്റെ മർമ്മപ്രധാനമായിട്ട് പറയുകയാണ്. വിട പറയും, ലോകത്തൊന്ന് പിരിയാതെ ഒരാളും ഇരിക്കില്ല. അല്ലാഹുവേ, ഇവിടന്ന് വിട പറഞ്ഞു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാ നമുക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഇന്നത്ര സുഖമാണ്, ഇന്നത്ര ആനന്ദമാണ്, ഇന്നത്ര സുഖവും ഇന്നത്ര നല്ലൊരു ആർഭാടൊക്കെ നമുക്കുണ്ട്. പക്ഷേ സഹോദരങ്ങൾ, ഒന്ന് മാത്രമല്ല, മരിക്കും എന്നുള്ള ചിന്തയില്ല. അതുകൊണ്ട് മരിക്കുമ്പോൾ നല്ല കോലത്തിൽ ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും അകമഴിഞ്ഞു. നമ്മുടെ സംഘാടകരൊക്കെ പറഞ്ഞു, നല്ല ബക്കറ്റിൽ അൽഹംദുലില്ലാഹ് കാര്യമായി സംഭാവന ചെയ്യുക. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കണം നല്ലതുപോലെ. അല്ലാഹു ശരിയാണല്ലോ പറയുന്നത്, ഇവിടെ നിന്ന് വിട്ടുപിരിയാത്ത ഒരാളും തന്നെ ഉണ്ടാകില്ലല്ലോ, ഉറപ്പാണ് പിരിയും. ചിന്തിച്ചു നോക്ക്, ഞാൻ പറയാതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മരണത്തിനുണ്ടൊരു ആമുഖം എന്നുള്ളതാ, വാവിട്ടു പൊട്ടി കരയിലും അതിരതാ, കണ്ണീര് തോരാതെ ഇരുന്നു കറങ്ങലാ, പുന്നാരമക്കൾ ചോദ്യമായി ഉതകുന്നതാട്. പ്രിയമുള്ളവരെ, വീട്ടിന്റെ അകത്തത്തിൽ ഇന്നലെ വരെ നല്ലതുപോലെ സംസാരിച്ചിരുന്നവരാ, നല്ലതുപോലെ മക്കളോടും കള്ളമാശകൾ പറഞ്ഞിരുന്നവരാണ്, ഉപ്പയോടുമ്മയോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിച്ചവരാണ്. പക്ഷേ ഒരു ദിവസം നീ യഥാ വിട്ട് പിരിയാന് പോവുകയാണ്. ദുനിയാവിൽ അഹങ്കരിച്ചവനാട്, കോടിക്കണക്കാന സ്വത്തുക്കൾ ഉണ്ടായിട്ട് പാവപ്പെട്ടവർക്കൊന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല, അനാഥ മക്കളെ സഹായിക്കാ നമ്മളെ കൊണ്ടൊന്ന് കഴിയില്ല. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ വീട്ടിന്റെ അകത്തട്ടില്ലാതെ പ്രായമായിട്ട് കല്യാണ പ്രായം കഴിഞ്ഞിട്ടും അതാ നിൽക്കുകയാണ്. അവരെ വന്ന് സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു സമയം വരും ഉപ്പാ, ഒരു സമയം വരും ഉമ്മ, നീ സമ്പാദിച്ചതിന്റെ സ്വത്തുക്കളെല്ലാം നിൽക്കുകയാണ്, നീ ഇന്നതാ വിട പറഞ്ഞു പോവുകയാണ്. നിന്റെ റൂഹിനെ കാണാ, നിന്റെ ജനാസ കാണാ. ഇന്ന് ഷമീർ ദാരിമിയാണ് വിട പറഞ്ഞു പോയതെങ്കിൽ കൊല്ലം ജില്ലയിലേക്ക് ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് കടന്നു വരുമ്പോ അവിടെ എന്റെ റൂഹ് വിളിച്ചു പറയാ, എന്റെ റൂഹ് കാണാ, എന്റെ ജനാസ കാണാ. ഇവിടത്തേക്ക് ഓടി വന്നവരെ فلا تغرنكم الدنيا كما غرتني. എന്നെ ദുനിയാവ് ചതിച്ചടാ, കോടിക്കണക്കിന് സ്വത്തുക്കൾ അല്ലാഹു എനിക്ക് തന്നടാ. പക്ഷേ അതിന്റെ പിന്നിലൂടെ സഞ്ചരിച്ചു പോയി. ഞാൻ എന്റെ വീട്ടിന് വേണ്ടി വാരിയെറിഞ്ഞു, എന്റെ മക്കൾക്ക് വേണ്ടി വാരിയെറിഞ്ഞു. അങ്ങനെ ദുനിയാവ് എന്നെ ചതിച്ചടാ. അതുകൊണ്ട് ഫലാ തഗുറന്നകും ദുനിയാ കമാ ഗറതനീ. നിനക്കുള്ള സ്വത്തെങ്കിലും നീ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കടാ, മക്കൾ പഠിക്കുന്ന മുത്തഅല്ലിമുകൾക്ക് വേണ്ടി നീ കൊടുക്കടാ. അല്ലെങ്കിൽ ദുനിയാവ് ചതിക്കുമല്ലോ, നിന്നെ ദുനിയാവ് വഞ്ചിക്കുമല്ലോ. അതുകൊണ്ട് ഓർക്കണമെന്ന് വിളിച്ചു പറയുകയാണ്. മക്കൾ വന്നുകൊണ്ട് കരയാട്, കൂട്ടുകാർ വന്നുകൊണ്ട് കരയാട്.
കരയുകയാണ്. ബന്ധുമിത്രാദികൾ വന്നുകൊണ്ട് കരയുകയാണ്. പ്രിയപ്പെട്ട ഉപ്പ വന്നുകൊണ്ട് കരയുമ്പോ ഉപ്പയുടെ ചാരത്തേക്കൊന്ന് തട്ടിയിട്ടുപ്പാ കരയല്ലേ എന്ന് പറയാൻ അവനെ കൊണ്ടിങ്ങനെ സാധിക്കില്ല. പക്ഷേ പാവപ്പെട്ട ഉമ്മ വന്നിട്ട് മകനേ എന്നെ വിട്ട് പിരിഞ്ഞിട്ട് പോവുകയാണോ? ഇന്നലെ വരെ ഉമ്മയോട് സ്നേഹം കാണിച്ചവനെ, ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവനെ, ഇന്ന് നീ കിടക്കുന്ന കിടത്ത് കാണുമ്പോ ഈ ഉമ്മാക്ക് സഹിക്കുന്നില്ലടാ. ഉമ്മാന്റെ മനസ്സ് പിടയുക. ഇവന്റെ റൂഹ് വിളിച്ചു പറയുന്നുണ്ട്, ഉമ്മ കരയല്ലേ ഉമ്മ, വേദനിക്കല്ലേ ഉമ്മ, പ്രയാസപ്പെടല്ലേ ഉമ്മ. അസ്രായീൽ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഞാൻ പറയുകയാണ്, മറ്റുള്ളവരോട് നിങ്ങൾ എന്നെക്കുറിച്ച് കുറ്റം പറയല്ലേ ഉമ്മ. ഇന്ന് പുന്നാര മകനോടൊന്ന് വിട പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ഈ മകനെക്കുറിച്ച് ഓർക്കാതിരിക്കല്ലേ ഉമ്മ. ഈ മകന്റെ കുറ്റങ്ങൾ പറയല്ലേ ഉമ്മ. പ്രിയമുള്ളവരെ, റൂഹങ്ങനെ വിളിച്ചു പറയുകയാണ്. പക്ഷേ ഉപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല. ഇതുപോലെ ഓരോ മനുഷ്യന്റെ വീട്ടിന്റെ ഘട്ടത്തില ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകളുടെ വീട്ടില റൂഹങ്ങനെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ നമ്മളത് കാണാതെ പോയില്ലേ, നമ്മളത് കേൾക്കാതെ പോയില്ലേ. ഉപ്പമാരെ ഉമ്മമാരെ, യാഥാർത്ഥ്യമാ പറയുന്നത്, പൊൽത്തരമല്ല, കളവല്ല, കാപട്യമല്ല. ഓരോ മനുഷ്യന്റെ വീട്ടിലും വരാൻ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചാ പറഞ്ഞു തീർക്കുക. പടച്ചവനെ, അസ്രായീൽ കടന്നു വരുമ്പോ നമ്മളെ രക്ഷപ്പെടുത്തണേ അല്ലാ. മടി അല്ലാഹു നമ്മൾക്ക് രക്ഷപ്പെടുത്തണേ പടച്ചവനെ. സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്ക്. എത്ര ആരോഗ്യം ഉണ്ടായിരുന്നു, എത്ര സന്തോഷം ഉണ്ടായിരുന്നു, എത്ര സൗഭാഗ്യം ഉണ്ടായിരുന്നു. കോടിക്കണക്കിനൊക്കെ സമ്പാദിച്ചൊക്കെ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി കൊടുത്തു. പക്ഷെ നമുക്കൊന്നുമില്ല, ഖബറിലേക്കൊന്നുമില്ല, വിട്ടുപിരിയുമ്പോഴൊന്നുമില്ല. എല്ലാരും കരയും, വാവിട്ടുകൊണ്ട് പൊട്ടിക്കരയും, മക്കൾ വന്നുകൊണ്ട് കരയും. പ്രിയമുള്ളവരെ, ഈയിടക്കാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിട പറഞ്ഞു പോയത്. അല്ലാഹു അവന്റെ ഖബറിടത്തിന് പ്രകാശമായി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, അവിടെ നീ പൊന്നുമകന്റെ ജനാസ കാണാൻ കടന്നു പോയപ്പോ പുന്നാര മകന്റെ ഉപ്പ വിളിക്കുകയാണ്, ഉസ്താദേ, ഒരുപാട് മകനെ ഞാൻ വിളിച്ചു നോക്കി എഴുന്നേക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിക്കുമോ? നിങ്ങൾ വിളിച്ചാൽ അവൻ എഴുന്നേറ്റ് വരും. ഒന്ന് വിളിക്കാൻ പകൊണ്ട് സമനില തെറ്റിയിട്ട് പൊട്ടിക്കരഞ്ഞു പോയ ഉപ്പമാരുടെ കഥ എത്രയാ, ഉമ്മമാരുടെ കഥ എത്രയാണ് പറയാൻ പറ്റുമോ? നമുക്കൊന്നും അറിയില്ല. നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒരു ചെവി കൊണ്ട് കേൾക്കും, അടുത്ത ചെവി കൊണ്ട് കളയും. നമ്മുടെ ഒരു കണ്ണ് കൊണ്ട് കാണും, മറു കണ്ണ് കൊണ്ട് കളയും. സ്വഭാവക്കാരാ നമ്മൾ. മരിക്കുന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടെന്നപ്പോ ഒരു മനുഷ്യർക്കില്ല. നാളത്തേക്ക് വേണ്ടി നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ ചോദിച്ചാൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ പറയും, നാളെ എന്റെ കടയിൽ പോകണം ഉസ്താദെ എന്നേ പറയും. നാളെ ഞാൻ ഇവിടെ നിന്ന് വിട പറയും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണില്ല. ചിന്തിക്കണം, അള്ളാഹുവെ ശരിയാണ്, വളരെ കറക്റ്റാ. അതുകൊണ്ട് ഇനി ഞാൻ പഴയ കോലത്തിൽ മുന്നോട്ട് പോയാൽ അത് പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റങ്ങളും പടച്ചവനോട് പശ്ചാത്തപിച്ചു മടങ്ങിയിട്ട് ഞാൻ എന്റെ മരണത്തിനെ കാത്തുകൊണ്ടിരിക്കുക. ഈ ഒരു അടിയുറച്ച ചിന്ത, ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിന്തിക്ക, റബ്ബേ ശരിയാ, ഒക്കെ ശരിയാ, ഇന്ന് മുതൽ ഒക്കെ ഞാൻ ഏറ്റെടുക്കുക. അല്ലാഹുവിനെ കുറിച്ച് പേടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് വെക്കാൻ ഞാൻ ഉറപ്പിക്കുന്നു. എന്നൊരാൾ ചിന്തിച്ചു പോയാൽ അവനെ പോലെ ഭാഗ്യവത്തില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ നിന്റെ സ്വർഗ്ഗം നീക്കുനെ പടവനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. സഹോദരങ്ങളെ, കരയുകയാണ് അല്ലാഹുവേ. ഉപ്പ കിടക്കുമ്പോ ഉപ്പാന്റെ ചാരത്ത് പോയി ചുടുചുംബനം കൊടുത്തുകൊണ്ട് മക്കള് പറയുകയാ, ഉപ്പാ കരയാ, മുക്കിന്നി കണ്ണുനീരില്ല,
എന്റെ ഉപ്പയെ ഓർത്തുകൊണ്ട് ഇനി എങ്ങനെയാണ് കരയുക? ഒരു കാര്യം വേണമെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിൽ എന്റെ ഉപ്പയോട് ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്റെ ഉപ്പയില്ലല്ലോ, ഞാൻ ആരോട് പറയുമുപ്പാ? അപ്പോഴാണ് വന്ന് വീണ്ടും വിളിച്ചു പറയാണ്, കരയണ്ട കരയണ്ട, ഇവിടെ കൂടി നിൽക്കുന്നവരെ ഏൽപ്പിച്ചിട്ടാ ഞാൻ കടന്നു പോവുക. വഖൽഫീ കരീമാത്തുൽ അലയ്യ വബാകിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി യുനൂന ഖൽഫൽ ഔസി من لا يجيبهم وقد كنت في الدنيا سريع الإجابة. അവിടെ ഉപ്പാനെ പൊതിയുന്നത് മക്കൾ നോക്കി നിൽക്കുകയാണ്, ഉമ്മാന്റെ ജനാസ പൊതിയുന്നത് മക്കൾ നോക്കി നിൽക്കുകയാണ്. ഉമ്മയുടെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് മക്കൾ കരയുകയാണ്. ഉമ്മാന്ന് വിളിച്ചുകൊണ്ട് കൊച്ചുമക്കൾ കരയുമ്പോ മൂത്ത മക്കൾ എടുത്തു വെച്ചുകൊണ്ട് കരയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമാശ്വസിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരവസ്ഥ കണ്ടുപോയാൽ കണ്ണു നിറയാത്തവരാരാ? ദുഃഖം താങ്ങാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ അതാ പൊതിയുകയാണ്. ഇന്നലെ വരെ സ്വന്തമായിട്ട് കുളിച്ചിരുന്നവർ, ഇന്നലെ വരെ സ്വന്തമായിട്ട് വസ്ത്രം ധരിച്ചിരുന്നവർ, ഇന്നതാ മറ്റുള്ളവർ കുളിപ്പിക്കുന്നു. ശംഭൂക്കെന്ന് പറയുന്ന വാഹനം നിന്റെ വീട്ടിന്റെ മുമ്പിൽ വരികയാണ്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എടുക്കുകയാണ്. എടുത്തുകൊണ്ട് ശംഭൂക്കെന്ന് പറയുന്ന വാഹനത്തിലേക്ക് വെക്കുമ്പോ ഉപ്പാനെ നോക്കിയിട്ട് പെൺമക്കൾ വീട്ടിന്റെ പടിയിൽ നിന്ന് അസ്സലാമു അലൈക്കും യാ ഇനി എന്റെ ഉപ്പാന്റെ ചാരത്ത് വന്നിട്ട് എനിക്കൊരു സലാം പറയാൻ എനിക്ക് കഴിയില്ല ഉപ്പാ. പുന്നാര മക്കള് കരയുമ്പോഴാണ് ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മോനെ ഈ ഉമ്മാനെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ? ഇനി ഉമ്മയുടെ കാര്യങ്ങളാ എന്റെ പൊന്നമനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളതാ കരയുന്നു, ഉമ്മ കരയുന്നു. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് പടച്ചവനെ ജനാസ കൊണ്ടുപോകുന്നൊരവസ്ഥ വരുമ്പോ സ്വാലിഹീങ്ങളായ ആളുകളുടെ ദുആ കിട്ടുന്ന, മലക്കുകളുടെ ആമീൻ കിട്ടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഉമ്മ എപ്പോൾ വിളിച്ചാൽ എന്താണ് എന്റെ ഉമ്മാക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഓടി വന്നുകൊണ്ട് ഉമ്മയോട് കാച്ചു കൊടുത്തുകൊണ്ട് കാര്യം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മ പറഞ്ഞു എന്തും ഞാൻ മേടിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട പുന്നാര മക്കള് പോകാറുണ്ട്. പക്ഷേ ഇന്ന് ഉമ്മ വിളിക്കുകയാണ്, മോനെ വഖൽഫീ കരീമാത്തു അലയ്യ വബാകിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി. കൂട്ടുകാർക്കുന്നു സഹോദരങ്ങളെ വിളിക്കുകയാണ്. ചലനമില്ലാത്ത കട്ടിലിൽ കിടക്കുമ്പോ, 6 കാലുള്ള കട്ടില് നിന്നെ ചുമന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, എല്ലാവർക്കും ഞാൻ സലാം പറയുകയാണ്. ഇനി എന്റെ വീടിലല്ല, ഈ എനിക്കതാ കൂട്ടുകാര്, ഈ നിന്നുകൊണ്ട് വേവിട്ടുകൊണ്ട് കരയുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളല്ല, എനിക്ക് വേണ്ടി പൊട്ടിക്കരയുന്ന ഭാര്യയല്ല. ഇനി എന്റെ വീടേതെന്നറിയേ?
ആറടി മണ്ണാകുന്ന പള്ളിക്കാടാട് മക്കളോട് പറയുന്ന മക്കളെ, ഉപ്പ പിരിയുകയാണ്, ഉമ്മ പിരിയുകയാണ്, ഈ ഉപ്പാനെ മറക്കല്ലേ, ഈ ഉമ്മാനെ പിരിയല്ലേ. ഉപ്പയുടെ വിട പറഞ്ഞിട്ട് മണ്ണിന്റെ ഉള്ളറയിലാണെന്ന് പറഞ്ഞിട്ട് ഉപ്പാനെ ഓർക്കാതിരിക്കുന്ന ഒരു സമയം എന്റെ മകളുടെ കുടുംബത്തിലാ, എന്റെ മക്കളുടെ ജീവിതത്തിൽ വന്നു പോകല്ലേ. പൊട്ടിക്കരയാണ് രണ്ടു കൂട്ടരും, റൂഹ് കരയുന്നു, അതുപോലെ മറ്റുള്ളവരും കരയുകയാണ്. രക്ഷയില്ല, രക്ഷയില്ല, വെക്കാതെ കൊണ്ടു നടക്കുകയാണ് പള്ളിക്കാട്ടിലേക്ക്. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ എന്നാണെന്നറിയില്ലേലും, എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൽ കൂടെ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൽ കൂടെ. കൂട്ടുകാരും അവിടെയില്ല, കബറന്ന കൂട്ടിൽ മറ്റാരുമില്ല. കൂട്ടുകാരും അവിടെയില്ല, കബറന്ന കൂട്ടിൽ മറ്റാരുമില്ല. മക്കൾ ചേർന്നുകൊണ്ട്, അയൽവാസികൾ ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ ശരീരം കൊണ്ട് ചെന്നിട്ട് കവറാകുന്ന വീട്ടിന്റെ പുറത്ത് വെക്കുകയാണ്, എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആറടി മണ്ണാകുന്ന കബറിന്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കുന്നു. ഒരു ദിവസമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവങ്ങളെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മൾ ചിന്തിച്ചു, പട്ടുമെത്തയിൽ കിടക്കുമ്പോ, നല്ലതുപോലെ കിടന്നുകൊണ്ടിറങ്ങുമ്പോ, അല്ലാഹുവേ നാളെ ഞാൻ ചെന്ന് കൊടുക്കേണ്ടുന്നത് പച്ചമണ്ണിലാണ്. അല്ലാഹ്, ഒരൊറ്റ വട്ടമെങ്കിലും എന്നോർക്കോ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് കഴിഞ്ഞോ? ഇല്ല, ഇല്ല. ഇന്നതാ മണ്ണിൽ കൊണ്ടുവച്ചിട്ട് അവസാനം മണ്ണിട്ട് മൂടുകയാണ്. ഒരു തരാ ഒരു കഷ്ണം മണ്ണെടുത്തുരുട്ടിയിട്ട് أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ഇത് ഓതിയിട്ട് ഒരുപടി മണ്ണ് വാരി ചുരുട്ടിയിട്ട് ഉപ്പാന്റെ കബൾത്തടത്തിലേക്ക് വെച്ചിട്ട് മക്കൾ കയറിയിട്ട് പലകയിടുകയാണ്. ഇന്നലെ വരെ ഉപ്പാന്റെ ചാരത്ത് പോയിരുന്നിട്ട് ഉപ്പാന്റെ കവളിൽ ചുടുചുംബനം കൊടുത്ത മക്കള് ഇന്നതാ മണ്ണ് വാരിയെടുത്തിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൽ ഉഖറാ. ഉപ്പയുടെ ശരീരത്തിലേക്ക് ഉപ്പാ വേദനിച്ചു. ഇന്നതാ മക്കൾക്ക് തരാതെ ഈ ഒരു 3 പിടി മണ്ണല്ലാതെ മറ്റൊന്നുമില്ല ഉപ്പാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാവപ്പെട്ട പുന്നാര മക്കള് ഉപ്പാന്റെ ഹൃത്തടത്തിലേക്ക് പിടിമണ്ണ് വാരിയിട്ട് പിരിയുകയാണ്. മക്കൾക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ മനസ്സ് വരുന്നില്ല. അല്ലാഹുവേ, ഇന്നലെ വരെ വീട്ടിലുണ്ടായിരുന്ന എന്റെ ഉപ്പയെ ഇന്നീ പള്ളിക്കാട്ടിൽ എങ്ങനെയാണ് തനിച്ചാക്കിയിട്ട് പോവുക എന്ന് ഓർത്തുകൊണ്ട് പുന്നാര മക്കള് പൊട്ടിക്കരയുമ്പോ, മക്കളെ കരയല്ലോ എന്ന് പറയാ ഇനി ആരാണുള്ളത്? ഒരാള് പോലും ഇല്ലല്ലോ. അവിടന്ന് പിരിയുകയാണ്, കൂട്ടുകാര് പിരിയുകയാണ്, സഹോദരങ്ങള് പിരിയുകയാണ്. ചിന്തിക്കണ്ട പെണ്ണെ, ചിന്തിക്കുമ്മ. ശരിയാണ് റബ്ബേ, എന്നെ കൊണ്ട് കബറടക്കുമ്പോഴുണ്ടല്ലോ ദുആ ചെയ്തിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട റബ്ബേ,
അവിടെ എനിക്ക് രക്ഷപ്പെടാ പറ്റുമോ അല്ലാ? ഇത് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. വേറെ ആയിരക്കണക്കാന കാര്യങ്ങൾ നാം ചിന്തിച്ചു കൂട്ടാറുണ്ട്. എങ്ങനെ ഒരു ദിവസം അടുത്ത കൊല്ലം വരെ എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കണം എന്ന് എടുത്ത് ചിന്തിക്കാനും ഓർക്കാനും നമ്മളെ കൊണ്ട്. പക്ഷേ ആറടി മണ്ണിനെ കുറിച്ചൊന്നും ഓർക്കാനോ ചിന്തിക്കാനോ നമ്മളെ കൊണ്ട് കഴിയണില്ല. ഉറപ്പാണ് ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞു. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മോളെ നീ വിട പറഞ്ഞു പോകുമെന്നുള്ള ചിന്ത വേണം. കാലങ്ങൾ കഴിഞ്ഞു, ഉമ്മാന്റെ ഉപ്പാന്റെയും പൊരുത്തം നിനക്ക് വേണം. അതുകൊണ്ട് എപ്പോ പിരിഞ്ഞാലും ആ ഖബറിൽ പോകുമ്പോൾ നിനക്ക് രക്ഷയുണ്ടാകണം. ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ പോയാലോ പിന്നെ അവിടെ നമുക്ക് രക്ഷയുണ്ടോ? അവിടെയും രക്ഷയില്ല, അവിടെയും പരാജയമാണ്. اقترب للناس حسابهم وهم في غفلة معرضون. മനുഷ്യന്റെ വിചാരണ എടുത്തിരിക്കുകയാണ്. ഇത് പക്ഷെ മനുഷ്യൻ മറന്നുപോയി. മനുഷ്യനിക്ക് വേണ്ടെന്താ? ഈ ദുനിയാവിന്റെ ചതിയ. ഇവിടത്തെ ഈ ദുനിയാവിന്റെ ആഡംബരമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിന്റെ മുമ്പിൽ അതാ ഒരു ഖബർ കുഴിച്ചിടുകയാണ്. കേട്ടോ, ഖബർ കുഴിച്ചിട്ടിട്ട് ആ ഖബറിന്റെ ഉള്ളിലേക്ക് അങ്ങിറങ്ങുകയാ. ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരെ എത്ര ഖബറുകൾ നമ്മൾ കണ്ടവരാണ് അല്ലെ? പള്ളി പരിസരത്ത് പോയി എത്ര ആളുകളുടെ ജനാസ കൊണ്ടുചെന്ന് പച്ച മണ്ണിലേക്ക് നമ്മൾ കൊണ്ടുവച്ചവരാ. എന്നിട്ട് പോലും നമ്മുടെ മനസ്സിന് ഒരു മാറ്റമില്ല. ഉണ്ടോ? ഒരു മാറ്റമില്ല. എന്റെ കൂടെ കഥയാ. നമ്മുടെ ഇത് കൂട്ടരുടെ മനസ്സാണ്. നമുക്ക് ആ സമയം പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്, പലതും പറയാറുണ്ട്. അപ്പോൾ അല്ലാഹുവേ, ഇതുപോലെ നാളെ ഞാനും ഈ പച്ച മണ്ണിൽ കിടക്കണമെന്നുള്ള ചിന്തിക്കാറില്ല. റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങിക്കിടന്നിട്ട് മനസ്സുകൊണ്ട് ഓതുകയാണ്, റബ്ബി ലൗലാ أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. സുബ്ഹാനല്ലാഹ്. റബീഅത്ത് ബിൻ ഹൈസം തങ്ങൾ ഈ ആയത്ത് ഖബറിൽ കിടന്നുകൊണ്ട് ഓതിയിട്ട് ഖബറിന്റെ മുകളിലേക്ക് അങ്ങ് കയറുകയാണ്. കയറിയിട്ട് സ്വന്തമായിട്ട് പറയാ, അല്ല റബീഅേ, ഇന്നിപ്പോ ആറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലെ നീ ഇറങ്ങിക്കിടന്നവനാണ്. പക്ഷേ പടച്ചവന്റെ റൂഹനെ എടുത്തിട്ടില്ല. നിന്റെ റൂഹന് അല്ലാഹു തിരിച്ചു തന്നല്ലോ. അതുകൊണ്ട് ഇനി നിനക്കൊരു സമയമില്ല റബീഅേ. അതുകൊണ്ട് 3 കാര്യം റബീഅേ നീ ചിന്തിക്കണം. ഒന്ന് നിന്റെ മരണമാണ് റബീഅേ, ഒന്ന് നിന്റെ ഖബറാണ് റബീഅേ, ഒന്ന് നിന്റെ വിചാരണയാണ് റബീഅേ. ഇത് മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെന്ന് പറയുന്നു, കൂടി നിൽക്കുന്നവരെ, കേൾക്കുന്നവരെ, ഈ ഖബർ എനിക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് പടച്ചവനിക്ക് വേണ്ടി കൊടുത്തിട്ട്, ആറടി മണ്ണിന് വേണ്ടി കൊടുത്തിട്ട് ജീവിച്ചു പോയാൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരുമില്ല എന്ന് റബീഅത്ത് ബിൻ ഹൈസം തങ്ങൾ പറയുമ്പോ അൽഹംദുലില്ലാഹ്, നിങ്ങളെക്കുറിച്ച് വന്നപ്പോഴേ കേട്ടതെല്ലാം സന്തോഷമാണ്. മുത്തഅല്ലിമുകൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, കോളേജിന് വേണ്ടിയിട്ട് അകമഴിഞ്ഞുകൊണ്ട് കൊടുത്തുപോയ ഉപ്പാ പേടിക്കല്ലേ. സമ്പത്തിന്റെ മുഴുവൻ നിങ്ങൾ കൊടുത്തിരുന്നാലും പേടിക്കണ്ട. ഇവിടത്തെ ജീവിതമല്ല നമ്മുടെ ജീവിതം, ആറടി മണ്ണാകുന്ന ജീവിതം. അവിടെ രക്ഷപ്പെട്ടു പോയ എല്ലാ സ്ഥലങ്ങളിലും രക്ഷന്നു. ലോകത്തിന്റെ നായകനെ, മദീനയുടെ രാജകുമാരനെ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നുറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും അല്ലാഹ് 3 കാര്യം, ഞാൻ വിട പറയും, 2 നിന്റെ സമ്പത്ത്, 3 നിന്റെ ഖബർ. ഇത് 3 നീ ചിന്തിക്കണമെന്ന് ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു അൻഹു. നമ്മളിത് 3 ചിന്തിക്കും. നിങ്ങളല്ല, നിങ്ങൾ അൽഹംദുലില്ലാഹ് ഉഷാറ, നിങ്ങളൊക്കെ കൊടുത്തിരുന്നു. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഓരോ രൂപയ്ക്കും പടച്ചവൻ നാളെ മഹ്ശറയിൽ സന്തോഷത്തിന്റെ അവസ്ഥ തരട്ടെ. എന്നിട്ടാണ് ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം തങ്ങൾ കൂടെ ഉള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ സമ്പത്ത് നാളെ ഇവിടെ പറയും മുമ്പ് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയമല്ലാതെ മറ്റൊന്നുമില്ല. ഉലൈക മഖ്അദഹു ഫിന്നാർ, അവന്റെ വാസസ്ഥലം നരകമാണെന്ന് ബഹുമാനപ്പെട്ട അള്ളാഹിന്റെ ഹബീബിന്റെ വാക്കെടുത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് ഖബറിലേക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. അള്ളാഹുവേ, നമുക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി സന്തോഷകരമായിട്ട് പറയാൻ നമുക്കൊക്കെ നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. ഇത് കേട്ടപാടെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാണ്. പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. എന്തിനാ കരഞ്ഞു? അള്ളാന്റെ ഹബീബേ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ എനിക്കൊന്ന് ഇപ്പൊ രക്ഷപ്പെടണം, അതിനുള്ള ഒരു വഴിയും കൂടെ പറയണം. മോളെ, അതല്ലേ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നീ ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്യണം. സുബ്ഹാനല്ലാഹ്. പട്ടിണിയിലും പരിവട്ടത്തിലുമായിട്ട് കിടക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയും, ഇവിടെ ഇരിക്കുന്ന ഫാത്തിമാരുടെ പേരല്ല ഞാൻ ഈ പറഞ്ഞത്, ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മകളായ മഹദി ബീബി ഫാത്തിമ. ഒന്ന് പറയ്, ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒന്നുമില്ല, പാവമാണ്, പാവപ്പെട്ടവർ. അള്ളാന്റെ ഹബീബാണ് പറഞ്ഞ, മോളെ നീ സ്വതക്ക ചെയ്യണം. ഇവിടുന്ന് വിട പറയുമ്പോ നിനക്ക് രക്ഷപ്പെടണ്ടേ, ഖബറിൽ പോകുമ്പോ നിനക്ക് രക്ഷപ്പെടണ്ടേ. നീ എന്ത് ചെയ്തു ഫാത്തിമ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാത്തിമ ബീവി ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ കരഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓടി വരികയാ. എന്നിട്ട് ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ ഇങ്ങനെ വല്ലാണ്ട് പൊട്ടിക്കരയുന്നത്? നോക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു വെള്ള തുണി കൊണ്ടിങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ആ കൈ ഇങ്ങനെ ബാക്കിൽ പിടിച്ചേക്കാ. ഉടൻ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിച്ചു, മോളെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അപ്പൊ പറഞ്ഞു, അലിയെ, അള്ളാന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് വിട പറയുന്നതിന് മുമ്പ് സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എന്താ കൊടുക്കാൻ പറ്റുക? സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറയുന്ന കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ആദ്യം ജോലിക്ക് പോയപ്പോ കൈ മുറിഞ്ഞിട്ട് ആ കൈയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് വന്നത്. പക്ഷേ ഫാത്തിമാന്റെ കരച്ചിൽ കണ്ടപ്പോ സഹിക്കാൻ കഴിയാത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ആദ്യം ജോലിക്ക് പോയ വീട്ടിലേക്ക് ചെന്നിട്ട് പറയാ, എന്ത് ജോലി വേണോ ഞാൻ ചെയ്തു കൊള്ളാം. അലി റളിയല്ലാഹുവിന്റെ കൈ മുറിഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ക്രൂരനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തോളി, ജോലി ചെയ്തോ, കുഴപ്പമില്ല, അതൊന്ന് വെച്ച് കെട്ടിവെച്ചിട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ ജോലി ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരും. അലിയെ തങ്ങൾ പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല, വയ്യ എന്ന് പറഞ്ഞിട്ട് പോയതാ. വീണ്ടും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്യാം. ഈ മനുഷ്യനിക്ക് വാശി കൂടി. ഉടൻ തന്നെ പറഞ്ഞു, ശരിയെന്നാൽ ആ കാണുന്ന മരുഭൂമിയില്ലേ, ആ മലയിലേക്ക് നീയൊന്ന് പോണം. ആ മരുഭൂമിയിൽ നീയൊന്ന് പോയി കഴിഞ്ഞിട്ട് ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിൽ നിന്ന് 2 കൈ കൊണ്ട് മണൽ വാരിയെടുത്തിട്ട് ഈ കാണുന്ന കൂടയിൽ, ഈ കാണുന്ന പൊതിയിൽ ഇങ്ങനെ നിറച്ചുകൊണ്ട് വരാം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹ് അതാ ഓടുകയാണ്. അവിടന്ന് ചുട്ടുപഴുത്ത് കിടക്കുന്ന മണൽപ്പരപ്പിൽ നിന്ന് തരികൾ വാരിയെടുക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കൈ ഇങ്ങനെ വേദനിക്കുകയാണ്. സൂര്യനോടേറ്റുകൊണ്ട് ചൂടായി കിടക്കുന്ന മണൽ തരികള് കയ്യിലേക്ക് അങ്ങടിച്ചപ്പോ എന്ത് വേദനയാണെന്നറിയോ? ഉടൻ തന്നെ അവിടന്ന് പറയുകയാണ്, അല്ലാഹുവേ, പടച്ചവനെ, ലോകത്തിന്റെ നേതാവിന്റെ പൊന്നോമന പുത്രിയായ മഹദി ഫാത്തിമ
റളിയല്ലാഹു അൻഹയുടെ കണ്ണുകളിൽ കൂടിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നത് കാണാ. ഈ പാവപ്പെട്ട അലിയിന് കഴിയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മണലിന്റെ ചൂരടിക്കുമ്പോ അതൊന്നും മനസ്സിൽ വെക്കാതെ മണലിങ്ങനെ വാരിയിടുമ്പോ അന്ന് ഈ രാജാവ് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളതെന്താ? ഒരു സ്വർണത്തിന്റെ ഒരു തരിയാട്. ഇതുമായിട്ട് ഇല്ല ഹളറത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് വന്നിട്ട് നബിയോട് പറയുന്നു, നബിയേ ഫാത്തിമാനെ ഞാനെന്ന് വിളിക്കുകയാണ് നബിയേ, സമ്മതമുണ്ടോ നബിയേ? മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ, അലിയേ നിന്റെ ഭാര്യയല്ലേ അലിയേ, നീ വിളിച്ചോ അലിയേ. അവിടെ നലിയാർത്ഥങ്ങൾ ഫാത്തിമാനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഈ ഒരു സ്വർണത്തിന്റെ തരി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്കങ്ങ് കൊടുത്തിട്ട് പറയുന്നു, ഫാത്തിമ ഇനി നിന്റെ കണ്ണുനീര് തുടക്കു ഫാത്തിമ, നിന്റെ ദുഃഖം മാറ്റു ഫാത്തിമ, വിഷമം മാറ്റു ഫാത്തിമ, ഇനി നിന്റെ കണ്ണ് നിറയല്ലേ ഫാത്തിമ. ലോകത്തിന്റെ നേതാവിന്റെ പൊന്നോമന പുത്രിയുടെ കണ്ണ് നിറഞ്ഞപ്പോ അത് സഹിക്കാൻ കഴിയാതെ കൊണ്ടു കൊടുത്തിട്ട് പറയാൻ ഇത് നിന്റെ ഉപ്പയോട് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞോ, ഫാത്തിമ മരിക്കുന്ന സമയത്തും രക്ഷപ്പെടാ, ആരുടെ മണ്ണാകുന്ന കബറിലും അതാവുന്ന രക്ഷപ്പെടാൻ പാവപ്പെട്ട അലിയാർക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ദുആ ചെയ്യാ പറയണേ ഫാത്തിമ. സന്തോഷം സഹിക്കാതെ വേദനയോട് കൽക്കരത്തോട് നമ്പരത്തോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി അടുത്ത് ചെന്നിട്ട്, നബിയേ ഇതിരിക്കട്ടെ നബിയേ, ഒന്നുമില്ല നബിയേ, പട്ടിണിയിലാണ് നബിയേ, ദുഃഖത്തിലാണ് നബിയേ, വേദനയിലാണ് നബിയേ, ഗദ്ഗദത്തിലാണ് നബിയേ. എന്റെ പാവപ്പെട്ട അലിയാർദങ്ങൾ പോയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു സ്വർണത്തിന്റെ തരി മാത്രമാണ്. ഇത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് അസ്രായീൽ റൂഹ് പിടിക്കുമ്പോഴും ആറടി മണ്ണിലും രക്ഷപ്പെടാ ദുആ ചെയ്യണേ അലിയേ. അതാ അല്ലാഹുവിന്റെ റസൂലേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉടൻ തന്നെ പറയുന്നു, മോളെ ഫാത്തിമ അലിയിന്ന് സ്വർഗമല്ലാഹു കൊടുക്കും ഫാത്തിമ, പ്രിയപ്പെട്ട ഭാര്യയ്ക്കൊന്ന് സ്വർഗം. അവിടെ അലിയാർ ചെയ്തതെന്താണെന്നറിയോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അറിഞ്ഞിരുന്നില്ല. ഉടൻ തന്നെ വിളിക്കുന്നു, ഫാത്തിമ ഈ സ്വർണം നീ എന്റെ കയ്യിൽ കൊണ്ടുവരുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളുടെ ചാരത്തേക്കൊന്ന് ചെന്നിട്ട് തങ്ങളുടെ കൈ എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഫാത്തിമ. ഓടിച്ചെന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് നോക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ് ചോരയിപ്പീറ്റി വീഴുകയാണ്. ഫാത്തിമ ബീവി കരഞ്ഞു ചോദിച്ചു, അലിയേ എന്റെ പണിയാണ് കാട്ടിയത് അലിയേ, പറയണേ പറയണേ അലിയേ. ഉടൻ തന്നെ പറയുന്നു, ഫാത്തിമ ഖബർ ജീവിതത്തെക്കുറിച്ച് പറയുന്ന കേട്ടപ്പോ പേടി തോന്നി ഫാത്തിമ. അതുകൊണ്ടൊന്നുമില്ലെങ്കിൽ ഇതെങ്കിലും കൊടുത്തിട്ടൊന്ന് രക്ഷപ്പെടാ വന്നതാണ് ഫാത്തിമ. ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ഉറക്കല്ല ഉറക്ക മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മകളോട് പറഞ്ഞപ്പോ, മരിക്കുന്നതിന് മുമ്പ് മോളെ എന്തെങ്കിലൊക്കെ ജാരിയായ സ്വതക്ക നീ ചെയ്തിട്ടല്ലാതെ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകാൻ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് മാത്രമല്ല പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഈ ഷമീറിനോടും ഈ നിങ്ങളോടൊക്കെ മൊത്തത്തിലാ പറഞ്ഞത്. അത്ര സൗന്ദര്യം. അന്നാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖം വല്ലാതെ വിവർണമായത്. സുന്ദരിയല്ലേ?
അഴകുള്ള ഫാത്തിമ അരിമപ്പു ഫാത്തിമ അല്ലാന്റെ ദൂതരെ പൂമോളു ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. ായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് മുഖം കൊട്ട് ചുമന്നത് അന്നാണ്. അള്ളാന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെയും ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ ഇന്നിപ്പോ ഞാനും പറഞ്ഞു നിങ്ങളും കേട്ടു നമ്മുടെ രണ്ടുവട്ടം ചുമം എന്തെങ്കിലും മുഖം ചുമന്നില്ല കണ്ണും നിറഞ്ഞില്ല ഒന്നുമില്ല. നമ്മൾ പറഞ്ഞല്ല വല്ലണ്ടോ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളയും. അള്ളാഹുവേ നമ്മയൊക്കെ നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ, നിന്റെ സ്വർഗം നീ നൽകണേ അള്ളാഹുവേ, നീ സന്തോഷം നൽകണേ അള്ളാഹുവേ, ഈമാൻ നൽകണേ പടച്ചവനെ. അതുകൊണ്ട് അതിന് വേണ്ടി ഒരുങ്ങണ്ട പ്രിയപ്പെട്ട ഒരുങ്ങിയാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. ഇന്നിപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരുപാട് സ്വതക്കളൊക്കെ ഇവിടെ ചെയ്തവരാ. ചെയ്തില്ല എന്ന് ഒരിക്കലും ഷമീറും പറയത്തില്ല, ഇവിടുത്തെ ഉസ്താദുമാര് ഒന്നും പറയില്ല. വന്നപ്പോഴേ സന്തോഷ വാർത്ത ഉസ്താദെ എനിക്കിവിടെ ഏറ്റവും വലിയ സന്തോഷമാണെന്നാണ് ഉസ്താദ് പറഞ്ഞു. പറഞ്ഞു തങ്ങൾ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ആളുകൾ ഞങ്ങൾക്ക് വരിക്ക് നിൽക്കാൻ കൊടുക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയാ? നല്ലപോലെ ഉറപ്പിച്ചോളി, കൊടുത്തവർ സമ്പത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. പടച്ചവന്റെ കോടതിയിൽ പോട്ടെ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലും നമുക്കത് രക്ഷയാണ് നബിയുനാ റസൂലുള്ളാഹി. വേറൊന്നിനല്ല, സ്ഥാപനത്തിലേക്ക് അള്ളാഹിനെ കുറിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കൊടുത്താൽ അതൊരിക്കലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാനം ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരോട് പറയാ, 5 മോതിരമുണ്ടെങ്കിൽ ഓരണം അള്ളാന്റെ ദീനിരിക്കട്ടെ ഉസ്താദ്. അപ്പോ ഉസ്താദ് ഇത്രയും നാളുടെ പിരിവൊന്നുമില്ലപ്പം നിങ്ങൾ വന്നിട്ട് പിരിക്കുക, അങ്ങനല്ല. ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾ കൊടുത്തേ മതിയാവുന്ന ഒരിക്കലും ഒരു വേദിയിലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഉമ്മമാരോട് പറയാൻ, നമ്മുടെ പെൺകുട്ടികളൊക്കെ അവിടെ ഉണ്ട് സംഘാടകരായി, എനിക്ക് വേണ്ടി എന്റെ ഖബറെടുത്ത് 5 മോതിരമുണ്ടെങ്കിൽ ഓരണം ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് വേറെന്തിനുമല്ല, ഇത്രയും ദിവസം ഞാൻ കൊടുത്ത് വേറെ പല കാര്യങ്ങൾക്ക്, എന്നാൽ എന്റെ ഖബർ ജീവിതം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഊരി കൊടുത്തിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് ഇവിടെ സ്വീകരിക്കും. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഉറക്കെ ഒരു സ്വലാത്തിലേക്ക് മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അർഹമുർ റഹീമായ അല്ലാഹ്, ദയാലുവായ പടച്ചവനെ, കാരുണ്യവാനായ അല്ലാഹ്, ഏതൊരു പെണ്ണാണോ ഏതൊരു സഹോദരിയാണോ ഇന്നിവിടുന്ന് റബ്ബേ ഒരെണ്ണമെങ്കിലും ഒരു സ്വർണത്തിന്റെ തരിയെങ്കിലും ഊരിക്കൊടുത്ത് ദീനിന്റെ സദസ്സിലേക്ക് റബ്ബേ കൊടുത്ത് വിടുന്നത്, അല്ലാഹുവേ ജീവിച്ചിരിക്കുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. വിട പറഞ്ഞ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് ചെന്ന് കിടക്കുമ്പോ അല്ലാഹ് ഖബറിടം പ്രകാശിപ്പിക്കണേ അല്ലാഹ്.